നമസ്കാരം. CCTV വാർത്തയിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. ജില്ലയിൽ വീണ്ടും മിന്നൽ ചുഴലി, വ്യാപക നാശനഷ്ടം. വൈദ്യുതി, കേബിൾ TV വിതരണം താറുമാറായി. വീടുകളുടെയും സ്ഥാപനങ്ങളുടെയും മുകളിലേക്കും റോഡുകളിലേക്കും മരം വീണു. പലയിടത്തും ഗതാഗതം ഭാഗികമായി തടസ്സപ്പെട്ടു. മരം മുറിച്ചുമാറ്റുന്ന നടപടികൾ ആരംഭിച്ചു. CCTVയുടെ കേബിൾ TV ശൃംഖലയ്ക്കും നാശനഷ്ടങ്ങൾ. കുണ്ടും കുഴിയും നിറഞ്ഞ ചെളിക്കുളമായ തൃശൂർ കുന്നംകുളം റോഡിലെ കുഴികളിൽ മണ്ണടിച്ച് പൊതുമരാമത്ത് വകുപ്പിന്റെ പ്രഹസനം. മുഖ്യമന്ത്രിക്കും മന്ത്രിമാർക്കും വഴിമാറിയും വന്ന വഴി മറന്നും പോകാമെങ്കിലും സാധാരണക്കാരൻ നടുവൊടിഞ്ഞുള്ള യാത്ര തുടരുക തന്നെ വേണ്ടിവരും. ചങ്ങരംകുളം കല്ലൂർമയിൽ നീലയിൽ കോൾപ്പടവിൽ തോണിമറിഞ്ഞ് 2 യുവാക്കൾ മുങ്ങിമരിച്ചു. ചങ്ങരംകുളം കല്ലൂർമ സ്വദേശി കിഴക്കേതിൽ ഷെഫീഖിന്റെ മകൻ 23 വയസ്സുള്ള ആഷിഖ്, ചങ്ങരംകുളം ചിയാനൂർ സ്വദേശി മേച്ചിനാത്ത് കരുണാകരന്റെ മകൻ 23 വയസ്സുള്ള സച്ചിൻ എന്നിവരാണ് മരിച്ചത്. കുണ്ടുകടവ് ഗുരുവായൂർ സംസ്ഥാന പാതയിൽ എരമംഗലത്ത് റോഡിലെ ഗർത്തത്തിൽ വീണ ബൈക്കിൽ ഭർത്താവിനൊപ്പം പോകുകയായിരുന്ന പെരുമ്പടപ്പ് സ്വദേശിനിയായ ഗർഭിണിക്ക് പരിക്ക്. നാട്ടുകാർ ചേർന്ന് ഗതാഗതം ഉപരോധിച്ചു. ഇയാൾ ചെമ്മന്തിട്ടയിൽ നിയന്ത്രണം വിട്ട കാർ മരത്തിലിടിച്ച് 3 പേർക്ക് പരിക്ക്. വിശദമായ വാർത്തയിലേക്ക്. ജില്ലയിൽ വീണ്ടും മിന്നൽ ചുഴലി, വ്യാപക നാശനഷ്ടം. വൈദ്യുതി, കേബിൾ TV വിതരണം താറുമാറായി. തിങ്കളാഴ്ച ഉച്ചയ്ക്ക് 1 മണിയോടെയാണ് മഴയ്ക്കൊപ്പം ശക്തമായ മിന്നൽ ചുഴലി ഉണ്ടായത്. രാവിലെ പ്രസന്നമായ കാലാവസ്ഥയായിരുന്നു. പൊടുന്നനെയുണ്ടായ ചുഴലിയിൽ മരങ്ങൾ വീണാണ് വ്യാപക നാശനഷ്ടങ്ങൾ ഉണ്ടായത്. വീടുകളുടെയും സ്ഥാപനങ്ങളുടെയും മുകളിലേക്കും റോഡുകളിലേക്കും മരം വീണു. പലയിടത്തും ഗതാഗതം ഭാഗികമായി തടസ്സപ്പെട്ടു. മരം മുറിച്ചുമാറ്റുന്ന നടപടികൾ ആരംഭിച്ചിട്ടുണ്ട്. മിന്നൽ ചുഴലിയിൽ വൈദ്യുതി, കേബിൾ TV ബന്ധം താറുമാറായി. CCTVയുടെ കേബിൾ TV ശൃംഖലയ്ക്ക് വ്യാപക നാശനഷ്ടങ്ങൾ സംഭവിച്ചു. ടെക്നീഷ്യന്മാർ സ്ഥലത്തെത്തി കേബിൾ TV, ബ്രോഡ്ബാൻഡ് സേവനങ്ങൾ പുനഃസ്ഥാപിക്കാനുള്ള പ്രവൃത്തികൾ ആരംഭിച്ചിട്ടുണ്ട്. മാന്യവരിക്കാർ ദയവായി സഹകരിക്കണം. ജില്ലയ്ക്ക് വീണ്ടും ആശങ്ക സമ്മാനിച്ചാണ് മിന്നൽ ചുഴലിയുടെ ആവർത്തനം. വീടുകൾക്കും സ്ഥാപനങ്ങൾക്കും വാഹനങ്ങൾക്കും വൈദ്യുതി, കേബിൾ TV മേഖലയ്ക്കും വ്യാപക നാശമാണ് സംഭവിച്ചത്. വിശദാംശങ്ങളിലേക്ക്. ചൊവ്വന്നൂർ ബ്ലോക്ക് പഞ്ചായത്ത് റോഡിൽ മരം കടപുഴകി വീണു. വൈദ്യുതി പോസ്റ്റ് ഒടിഞ്ഞു വീണു. തിങ്കളാഴ്ച രാവിലെയുണ്ടായ മഴയ്ക്കൊപ്പം വീശിയ ശക്തമായ കാറ്റിലാണ് അപകടം. റോഡരികിലെ സ്വകാര്യ വ്യക്തിയുടെ പറമ്പിലെ ജാതിമരം കടപുഴകി വൈദ്യുതി ലൈനിൽ വീഴുകയായിരുന്നു. ഇതോടെ വൈദ്യുതി പോസ്റ്റ് റോഡിൽ നിലമ്പൊത്തി. ഈ സമയം റോഡിലൂടെ വാഹനങ്ങൾ കടന്നു പോകാതിരുന്നതിനാൽ വലിയ അപകടമാണ് ഒഴിവായത്. അപകടത്തെ തുടർന്ന് മേഖലയിൽ വൈദ്യുതി ബന്ധം പൂർണ്ണമായി നിലച്ചു. ഗതാഗതം തടസ്സപ്പെട്ടു. വിവരമറിഞ്ഞ് കുന്നംകുളം നഗരസഭ ആരോഗ്യ വിഭാഗം സ്ഥിരം സമിതി അധ്യക്ഷൻ T. സോമശേഖരൻ, വാർഡ് കൗൺസിലർ ഷാജി ആലിക്കൽ, സമീപ വാർഡ് കൗൺസിലർമാരായ ബിജു C. ബേബി, മിഷ സെബാസ്റ്റ്യൻ എന്നിവർ സംഭവസ്ഥലം സന്ദർശിച്ചു. റോഡിൽ നിന്നും മരം മുറിച്ചു മാറ്റുന്നതിനുള്ള നടപടികൾ ആരംഭിച്ചു. വിവരം അറിയിച്ചതിനെ തുടർന്ന് KSEB ജീവനക്കാരെത്തി വൈദ്യുതി പുനഃസ്ഥാപിക്കുന്നതിനുള്ള പ്രവൃത്തികളും ആരംഭിച്ചു. കാണിപ്പയ്യൂരിൽ വീടിന് മുകളിലേക്ക് മരക്കൊമ്പ് പൊട്ടിവീണു. പനയ്ക്കപ്പറമ്പിൽ കോച്ചുകുട്ടിയുടെ ഓടുമേഞ്ഞ വീടിന് മുകളിലേക്കാണ് മരക്കൊമ്പ് വീണത്. വീടിന്റെ പൂമുഖത്തിലെ ഓടുകളും പട്ടികകളും തകർന്നിട്ടുണ്ട്. വിവരമറിഞ്ഞ് കുന്നംകുളം നഗരസഭ ആരോഗ്യ വിഭാഗം സ്ഥിരം സമിതി അധ്യക്ഷൻ T. സോമശേഖരൻ, സമീപ വാർഡ് കൗൺസിലർമാരായ ബിജു C. ബേബി, ഷാജി ആലിക്കൽ, മിഷ സെബാസ്റ്റ്യൻ എന്നിവർ സ്ഥലം സന്ദർശിച്ചു. നഗരസഭയുടെ നേതൃത്വത്തിൽ മരം മുറിച്ചുമാറ്റി. കുന്നംകുളം സീനിയർ ഗ്രൗണ്ടിന് സമീപം വീടുകൾക്ക് മുകളിലേക്ക് മരം പൊട്ടി വീണു. കിടങ്ങൻ വീട്ടിൽ ജോർജ് കുട്ടിയുടെ ഓടുവീടിന് മുകളിലേക്കും കിടങ്ങൻ വീട്ടിൽ എൽജോയുടെ വാർപ്പുവീടിന് മുകളിലേക്കുമാണ് കൂറ്റൻ മരങ്ങൾ പൊട്ടിവീണത്. അയൽവാസികളായ ഇരുവരുടെയും വീടിന് മുകളിലേക്ക് കൂറ്റൻ പൂമരവും സമീപത്തെ പറമ്പിലെ തേക്കുമരവുമായി പൊട്ടിവീണത്. ശബ്ദം കേട്ടതോടെ വീട്ടുകാർ വീടിന് പുറത്തേക്കോടി. മരം വീണതോടെ വീടിന് കാര്യമായ കേടുപാടുകൾ സംഭവിച്ചു. സംഭവത്തിൽ മരം മുറിച്ചുമാറ്റുന്നതിനുള്ള നടപടികൾ ആരംഭിച്ചു. കാണിപ്പിയൂർ സഹകരണ സർവീസ് സൊസൈറ്റിക്ക് സമീപം മരം കടപുഴകി വൈദ്യുതി ലൈനിന് മുകളിലേക്ക് വീണതിനെ തുടർന്ന് പോസ്റ്റ് തകർന്നു. തിങ്കളാഴ്ച രാവിലെയുണ്ടായ ശക്തമായ കാറ്റിലും മഴയിലുമാണ് സംഭവം. റോഡരികിൽ നിന്നിരുന്ന മരം കടപുഴകി വൈദ്യുതി ലൈനിന് മുകളിലേക്കായി റോഡിന് കുറുകെ വീഴുകയായിരുന്നു. ഇതോടെ റോഡിലൂടെയുള്ള ഗതാഗതം പൂർണ്ണമായും തടസ്സപ്പെട്ടു. അപകടത്തിൽ പ്രദേശത്തെ വൈദ്യുതി ബന്ധവും നിലച്ചു. റോഡിൽ നിന്നും മരം മുറിച്ചു മാറ്റുന്നതിനുള്ള നടപടികൾ ആരംഭിച്ചു. വിവരമറിയിച്ചതിനെ തുടർന്ന് KSEB ജീവനക്കാരെത്തി വൈദ്യുതി പുനഃസ്ഥാപിക്കുന്നതിനുള്ള പ്രവൃത്തികളും ആരംഭിച്ചു. മിന്നൽ ചുഴലിയിൽ കുന്നംകുളം നഗരസഭയ്ക്ക് കീഴിലുള്ള ക്രിമിറ്റോറിയത്തിന്റെ പുകക്കുഴൽ പൊട്ടിവീണു. 100 അടി നീളമുള്ള പുകക്കുഴലിന്റെ 30 അടിയോളം നീളം വരുന്ന മുകളിലത്തെ ഭാഗമാണ് പൊട്ടിവീണത്. തിങ്കളാഴ്ചയുണ്ടായ ശക്തമായ മഴയിലും കാറ്റിലുമാണ് പുകക്കുഴൽ പൊട്ടിവീണത്. പുകക്കുഴൽ പൊട്ടി ക്രിമിറ്റോറിയത്തിന് സമീപത്തെ മോട്ടോർ പുരയുടെ ഷീറ്റിന് മുകളിലേക്ക് കുത്തിവീണ് സമീപത്തെ മതിലിന് മുകളിലേക്ക് മറിഞ്ഞു വീഴുകയായിരുന്നു.
പുകക്കുഴൽ വീണതോടെ ക്രിമിറ്റോറിയത്തിന്റെ മോട്ടോർ പുരയ്ക്കും കേടുപാടുകൾ സംഭവിച്ചു. ക്രിമിറ്റോറിയത്തിനോട് ചേർന്ന് നിരവധി വീടുകളാണുള്ളത്. ഈ വീടുകൾക്ക് മുകളിലേക്ക് പുകക്കുഴൽ വീഴുകയായിരുന്നുവെങ്കിൽ വൻ ദുരന്തം ഉണ്ടാകുമായിരുന്നുവെന്ന് നാട്ടുകാർ പറഞ്ഞു. പുകക്കുഴൽ വീണതോടെ ക്രിമിറ്റോറിയത്തിന്റെ പ്രവർത്തനം പൂർണ്ണമായി നിലച്ചു. ഉച്ചയ്ക്ക് സംസ്കരിക്കേണ്ടിയിരുന്ന മൃതദേഹം മറ്റൊരു ക്രിമിറ്റോറിയത്തിലേക്ക് മാറ്റി. പുകക്കുഴൽ സ്ഥാപിക്കുന്നതിന് അടിയന്തര നടപടി അധികൃതർ സ്വീകരിക്കണമെന്ന് നാട്ടുകാർ ആവശ്യപ്പെട്ടു. മറ്റം ഗ്രൗണ്ടിനടുത്ത് റോഡരികിൽ നിന്നിരുന്ന കൂറ്റൻ പ്ലാവ് മിന്നൽ ചുഴലിയിൽ കടപുഴകി വീണു. കൂനമുച്ചി മറ്റം റോഡിൽ മറ്റം ഗ്രൗണ്ട് എത്തുന്നതിന് മുൻപായി റോഡിന്റെ വലതുഭാഗത്തു നിന്നിരുന്ന കൂറ്റൻ പ്ലാവാണ് തിങ്കളാഴ്ച ഉച്ചയ്ക്കുണ്ടായ മിന്നൽ ചുഴലിയിൽ നിലം പൊത്തിയത്. നിരവധി വാഹനങ്ങൾ കടന്നുപോകുന്ന പാതയിൽ മരം നിലം പതിക്കുന്ന സമയത്ത് വാഹനങ്ങൾ കടന്നു പോകാതിരുന്നതിനാൽ വലിയ ദുരന്തം ഒഴിവാകുകയായിരുന്നു. റോഡിലേക്ക് മരം വീണതിനെ തുടർന്ന് ഇതുവഴിയുള്ള ഗതാഗതത്തിന് തടസ്സമുണ്ടായി. ഗുരുവായൂരിൽ നിന്നെത്തിയ അഗ്നിരക്ഷാ സേനാംഗങ്ങൾ മരം മുറിച്ചുമാറ്റിയ ശേഷമാണ് ഗതാഗതം പുനഃസ്ഥാപിച്ചത്. മിന്നൽ ചുഴലിയിൽ പയ്യൂർക്കാവ് മേഖലയിൽ വ്യാപക നാശനഷ്ടം. പാലക്കൽ പയ്യൂർക്കാവ് ക്ഷേത്രം റോഡിൽ താമസിക്കുന്ന ആനന്ദന്റെ പറമ്പിലെ കവുങ്ങുകളും തെങ്ങും നിലംപൊത്തി. പറമ്പിലുള്ള മോട്ടോർ ഷെഡിലേക്കുള്ള വൈദ്യുതി കണക്ഷന് മുകളിലേക്ക് തെങ്ങും കവുങ്ങുകളും വീണതിനെ തുടർന്ന് വൈദ്യുതി ബന്ധം വിച്ഛേദിച്ചു. പയ്യൂർ മനപ്പറമ്പിലെ പാഴ്മരവും മിന്നൽ ചുഴലിയിൽ നിലം പതിച്ചിട്ടുണ്ട്. കൂറ്റൻ പാഴ്മരം നിലം പൊത്തിയതിനെ തുടർന്ന് സമീപത്ത് നിന്നിരുന്ന തെങ്ങ് ചെരിഞ്ഞ നിലയിലാണ്. തിങ്കളാഴ്ച ഉച്ചയ്ക്കുണ്ടായ മിന്നൽ ചുഴലിയിൽ 100 വർഷത്തിലേറെ പഴക്കമുള്ള കൂറ്റൻ ആൽമരം നിലംപൊത്തി. എരനെല്ലൂർ കണ്ടൻചിറ വിഷ്ണു ക്ഷേത്രത്തിലെ കൂറ്റൻ ആൽമരമാണ് കടപുഴകി വീണത്. ക്ഷേത്രത്തിന് മുന്നിൽ തറകെട്ടി സംരക്ഷിച്ചിരുന്ന ആൽമരം വീണതിനെ തുടർന്ന് ആൽത്തറയും തകർന്ന അവസ്ഥയിലാണ്. മരം വീഴുന്ന സമയത്ത് ക്ഷേത്രത്തിലോ പരിസരത്തോ ആളുകൾ ഉണ്ടാകാതിരുന്നതിനാൽ ദുരന്തം ഒഴിവാകുകയായിരുന്നു. ക്ഷേത്ര മതിൽക്കെട്ടിന് പുറത്ത് ഗ്രൗണ്ടിലാണ് ആൽമരം നിന്നിരുന്നത്. ക്ഷേത്രത്തിന്റെ എതിർദിശയിലേക്ക് മരം വീണതിനാൽ ക്ഷേത്രത്തിന് കേടുപാടുകൾ ഉണ്ടായിട്ടില്ല. മേഖലയിലുണ്ടായ മിന്നൽ ചുഴലിയിൽ തെങ്ങ് കടപുഴകി വീണ് അരിയന്നൂർ ഹരികന്യക ക്ഷേത്രത്തിന്റെ മേൽക്കൂര ഭാഗികമായി തകർന്നു. തിങ്കളാഴ്ച ഉച്ചയ്ക്ക് കനത്ത മഴയ്ക്കൊപ്പമുണ്ടായ മിന്നൽ ചുഴലിയിലാണ് ക്ഷേത്രത്തിന്റെ പടിഞ്ഞാറു ഭാഗത്തു നിന്നിരുന്ന തെങ്ങ് കടപുഴകി വീണത്. ഈ സമയം ക്ഷേത്രത്തിൽ ജീവനക്കാരോ വിശ്വാസികളോ ഉണ്ടായിരുന്നില്ല. വിവരമറിഞ്ഞ ദേവസ്വം ഓഫീസർ രാമചന്ദ്ര വാര്യർ, ക്ഷേത്ര സമിതി പ്രസിഡന്റ് മോഹൻദാസ് എലത്തൂർ, സെക്രട്ടറി രാജം നമ്പീശൻ തുടങ്ങിയവർ സ്ഥലത്തെത്തി. ക്ഷേത്രസമിതി ഭാരവാഹികളുടെയും ഭക്തജനങ്ങളുടെയും നേതൃത്വത്തിൽ തെങ്ങ് മുറിച്ചു നീക്കി. മേൽക്കൂരയ്ക്കുണ്ടായ കേടുപാടുകൾ പരിഹരിക്കാൻ അടിയന്തര അറ്റകുറ്റപ്പണികൾക്ക് ദേവസ്വം നിർദ്ദേശം നൽകി. മിന്നൽ ചുഴലിയിൽ എളവള്ളി പഞ്ചായത്തിൽ വ്യാപക കൃഷിനാശം. പലയിടത്തും കൂറ്റൻ മരങ്ങൾ വൈദ്യുതി കമ്പിയിലേക്ക് പൊട്ടിവീണ് ഇലക്ട്രിക് പോസ്റ്റുകൾ തകർന്നു. വൈദ്യുതി ബന്ധം തടസ്സപ്പെട്ടു. എളവള്ളി പഞ്ചായത്ത് മുൻ പ്രസിഡന്റ് തുളസി രാമചന്ദ്രന്റെ വീട്ടിൽ തെങ്ങ് പൊട്ടിവീണു. മിന്നൽ ചുഴലിയെ തുടർന്ന് തെങ്ങിന്റെ നടുഭാഗം പൊട്ടിവീഴുകയായിരുന്നു. അയൽവാസിയായ രാജുവിന്റെ വീട്ടുപറമ്പിലെ മാവ് വീടിന് മുകളിലേക്ക് ചെരിഞ്ഞു നിൽക്കുന്ന സ്ഥിതിയിലാണ്. താമരപ്പള്ളിയിൽ മാവ്, തെങ്ങ് എന്നിവ കടപുഴകി റോഡിലേക്ക് വീണതിനെ തുടർന്ന് മേഖലയിലെ ഗതാഗതം തടസ്സപ്പെട്ടു. നാട്ടുകാരുടെ നേതൃത്വത്തിൽ മരങ്ങൾ മുറിച്ചുമാറ്റിയ ശേഷമാണ് ഗതാഗതം പുനഃസ്ഥാപിച്ചത്. 16-ാം വാർഡിൽ യുവശക്തി റോഡിൽ കൂറ്റൻ തേക്കുമരം വൈദ്യുതി പോസ്റ്റിലേക്ക് വീണ് മേഖലയിൽ വൈദ്യുതി തടസ്സപ്പെട്ടു. കാക്കശ്ശേരി ഗവൺമെന്റ് സ്കൂളിൽ മാവ് നിലം പതിച്ചു. വിദ്യാലയത്തിൽ ക്ലാസ് നടന്നുകൊണ്ടിരിക്കെയാണ് മാവ് നിലം പതിച്ചതെങ്കിലും തൊട്ടടുത്ത പറമ്പിലേക്ക് വീണതിനാൽ വൻ ദുരന്തം ഒഴിവാകുകയായിരുന്നു. 8-ാം വാർഡിൽ കോടനായി റോഡിൽ പന ഇലക്ട്രിക് കമ്പിയിലേക്ക് പൊട്ടിവീണ് പോസ്റ്റ് തകർന്നു. മേഖലയിലെ വൈദ്യുതി ബന്ധം തടസ്സപ്പെട്ടു. പോസ്റ്റ് മാറ്റി സ്ഥാപിച്ച ശേഷമാണ് വൈദ്യുതി ബന്ധം പുനഃസ്ഥാപിക്കാനായത്. എരുമപ്പെട്ടി, കടങ്ങോട്, വേലൂർ പഞ്ചായത്തുകളിലെ വിവിധ പ്രദേശങ്ങളിൽ വൻ നാശനഷ്ടമുണ്ടായി. വ്യാപകമായി മരങ്ങൾ കടപുഴകി വീണ് വീടുകൾക്കും സ്ഥാപനങ്ങൾക്കും വാഹനങ്ങൾക്കും കേടുപാടുകൾ സംഭവിച്ചു. എരുമപ്പെട്ടി കരിയന്നൂരിൽ മരക്കൊമ്പ് പൊട്ടിവീണ് തൊഴിലാളിക്ക് തലയിൽ സാരമായി പരിക്കേറ്റു. കരിയന്നൂർ കുന്നത്തുപുരയ്ക്കൽ രാജനാണ് പരിക്കേറ്റത്. പറമ്പിൽ ജോലി ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ തേക്കുമരത്തിന്റെ കൊമ്പ് പൊട്ടിവീഴുകയായിരുന്നു. എരുമപ്പെട്ടി ആക്ട്സ് പ്രവർത്തകർ അത്താണി മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. എരുമപ്പെട്ടി പെട്രോൾ പമ്പിന് സമീപം മരം കടപുഴകി വീണ് കുന്നംകുളം വടക്കാഞ്ചേരി സംസ്ഥാന പാതയിൽ വാഹന ഗതാഗതം തടസ്സപ്പെട്ടു. നാട്ടുകാർ മരം മുറിച്ചു നീക്കിയാണ് ഗതാഗതം പുനരാരംഭിച്ചത്. എരുമപ്പെട്ടി കരിയന്നൂരിൽ കുടുംബം സഞ്ചരിച്ചിരുന്ന കാറിന് മുകളിലേക്ക് വലിയ മരച്ചില്ല പൊട്ടിവീണു. കാറ്റ് വീശുന്നത് കണ്ട് കാർ നിർത്തി യാത്രക്കാർ ഇറങ്ങിയ ഉടനെയാണ് മരം പൊട്ടിവീണത്. ആർക്കും പരിക്കില്ല. കാറിന് കേടുപാടുകൾ സംഭവിച്ചു. കടങ്ങോട് ഖാദർപടിയിൽ മരം കടപുഴകി വീണ് വീട് ഭാഗികമായി തകർന്നു. ശേഖരത്ത് കേശവന്റെ ഓടിട്ട വീടാണ് തകർന്നത്. വീടിന് പുറകിലുള്ള തേക്കുമരം മുറിഞ്ഞു വീഴുകയായിരുന്നു. വീടിന് പുറകുവശത്തെ മേൽക്കൂരയും ചുമരും തകർന്നു. കടങ്ങോട് മൂക്കിലപ്പീടികയിൽ ബ്രിക്സ് കമ്പനിയുടെ മേൽക്കൂര നിലംപൊത്തി. പെർഫെക്റ്റ് എന്ന കമ്പനിയുടെ ട്രസ് ചെയ്ത മേൽക്കൂരയാണ് തകർന്നു വീണത്.
തിപ്പല്ലൂരിൽ തെങ്ങും തേക്കുമരവും റോഡിലേക്ക് പൊട്ടിവീണു. എരുമപ്പെട്ടി അക്കിക്കാവ് റോഡിൽ മണിക്കൂറുകളോളം ഗതാഗതം തടസ്സപ്പെട്ടു. നാട്ടുകാർ മരങ്ങൾ മുറിച്ചു നീക്കി. തിപ്പല്ലൂരിൽ കക്കാട്ട് ശ്രീകുമാറിന്റെ വീട്ടുമുറ്റത്തെ മരം കടപുഴകി വീണ് വളർത്തുപക്ഷികളുടെ കൂടും വീടിന്റെ ഷീറ്റുകളും തകർന്നു. കുട്ടഞ്ചേരി പൂവക്കോട് മരങ്ങൾ കടപുഴകി വീണ് 8ലധികം ഇലക്ട്രിക് പോസ്റ്റുകൾ തകർന്നു. എരുമപ്പെട്ടി കുണ്ടന്നൂർ മുട്ടിക്കൽ തയ്യൂർ കടങ്ങോട് കൊല്ലൻപടി പ്രദേശങ്ങളിൽ നിരവധി മരങ്ങളും ഇലക്ട്രിക് പോസ്റ്റുകളും മറിഞ്ഞു വീണിട്ടുണ്ട്. കേബിളുകളും വലിയ തോതിൽ നാശനഷ്ടം സംഭവിച്ചിട്ടുണ്ട്. നീണ്ടൂരിൽ ശക്തമായ കാറ്റിൽ സ്കൂട്ടർ പാടശേഖരത്തേക്ക് മറിഞ്ഞു വീണു. കാറ്റടിക്കുന്നത് കണ്ട് സ്കൂട്ടർ നിർത്തി യാത്രക്കാർ ഇറങ്ങിയപ്പോഴാണ് സ്കൂട്ടർ കാറ്റിൽ മറിഞ്ഞത്. നീണ്ടൂരിൽ റോഡിലേക്ക് മരം കടപുഴകി വീണു. ആലമ്പുള്ളി വീട്ടിൽ ബഷീർ തലനാരിഴയ്ക്കാണ് രക്ഷപ്പെട്ടത്. കടങ്ങോട് കൈക്കുളങ്ങര ക്ഷേത്രത്തിലെ നവീകരണ കലശത്തിന്റെ പന്തലിന്റെ ഷീറ്റുകളും റോഡരികിലുള്ള ചായക്കടയുടെ ഷീറ്റും പറന്നുപോയി. തൊട്ടു മുന്നിലുള്ള വീട്ടിലെ മരം മുറിഞ്ഞു വീണ് ഇലക്ട്രിക് പോസ്റ്റ് തകർന്നു. നെല്ലുവായിൽ റോഡിലേക്ക് മരം പൊട്ടിവീണു. കുട്ടഞ്ചേരി പൂവക്കോട് മരങ്ങൾ വീണ് 8 പോസ്റ്റുകൾ പൊട്ടിവീണു. എരുമപ്പെട്ടി സ്കൂളിന് മുന്നിൽ പാറപ്പുറം റോഡിൽ മരങ്ങൾ വീണ് 4 പോസ്റ്റുകളും വീണു. എരുമപ്പെട്ടി മേഖലയിൽ മരങ്ങൾ വീണ് വീടുകൾക്ക് നാശനഷ്ടം സംഭവിച്ചു. മുട്ടിക്കൽ കള്ളുഷാപ്പിന് സമീപം തുശ്ശേരി വളപ്പിൽ സുന്ദരാക്ഷന്റെ വീട്ടുമുറ്റത്ത് നിന്നിരുന്ന മാവ് തേക്കുമരങ്ങൾ കടപുഴകി വീണ് വീടിന്റെ ട്രസ് തകർന്നു. ചിറ്റണ്ട പാക്കത്ത് കാർത്തിയായനിയുടെ വീടിനു മുകളിൽ തെങ്ങ് കടപുഴകി വീണ് മേൽക്കൂര തകർന്നു. കാഞ്ഞിരക്കോട് കൊരട്ടിയാംകുന്ന് കാവീട്ടിൽ കാളിയുടെ വീടിനു മുകളിലേക്ക് തെങ്ങ് വീണ് ഭിത്തിക്ക് കേടുപാടുകൾ സംഭവിച്ചു. കാഞ്ഞിരക്കോടുള്ള എരുമപ്പെട്ടി പഞ്ചായത്ത് ജൈവകൃഷി നഴ്സറിയുടെ മേൽക്കൂര തകർന്നു. കുണ്ടന്നൂർ വടക്കുമുറി ചീരാത്ത് ശോഭയുടെ വീടിനു മുകളിലേക്ക് മരം വീണ് വീട് തകർന്നു. കുട്ടഞ്ചേരി പൂവക്കോട്ടിൽ മരങ്ങൾ വീണ് 8 പോസ്റ്റുകൾ പൊട്ടിവീണു. കുട്ടഞ്ചേരി കാങ്കലാത്ത് പ്രേമന്റെ ബാത്റൂമിന് മുകളിലേക്ക് മരം വീണ് മേൽക്കൂര തകർന്നു. ചാവക്കാട് മേഖലയിൽ മരങ്ങൾ നിലംപൊത്തി. മണത്തല, ചാപ്പറമ്പ്, ആനത്തലമുക്ക്, ഒരുമനിയൂർ, എടക്കഴിയൂർ എന്നിവിടങ്ങളിലാണ് ശക്തമായ കാറ്റിൽ മരങ്ങൾ വീണത്. വൈദ്യുതി പോസ്റ്റുകൾ നിലംപൊത്തി മരങ്ങൾ വീണു. വൈദ്യുതി കമ്പികളും പൊട്ടിവീണു. KCB അധികൃതരെത്തി മരങ്ങൾ മുറിച്ചുമാറ്റിക്കൊണ്ടിരുന്നു. മേഖലയിൽ വൈദ്യുതി ബന്ധം താറുമാറായി. ഷോപ്പുകളുടെ ബോർഡുകളും വീണ് ആർക്കും പരിക്കില്ല. മുനക്കക്കട വഴിമുഖത്ത് മത്സ്യബന്ധന വള്ളം ശക്തമായ ചുഴലിക്കാറ്റിൽ അകപ്പെട്ടു. 40ഓളം തൊഴിലാളികൾ തലനാരിഴയ്ക്കാണ് രക്ഷപ്പെട്ടത്. ചോഴിരകത്ത് വാസുദേവന്റെ ഉടമസ്ഥതയിലുള്ള അപ്പുമാർ 3 എന്ന മത്സ്യബന്ധന വള്ളമാണ് അപകടത്തിൽപ്പെട്ടത്. രാവിലെ മത്സ്യബന്ധനത്തിനായി ഇറങ്ങിയ വള്ളം തിരിച്ചു വരുമ്പോൾ ശക്തമായ കാറ്റിൽ അകപ്പെടുകയായിരുന്നു. ബോട്ടിന്റെ മേൽക്കൂര പറന്നുപോയി. 1 ലക്ഷത്തോളം രൂപയുടെ നഷ്ടം സംഭവിച്ചതായി പറയുന്നു. മുനക്കക്കടവ് ഫിഷ് ലാൻഡിംഗ് സെന്ററിൽ ശക്തമായ കാറ്റിൽ നിർത്തിയിട്ടിരുന്ന ബോട്ടുകൾ പരസ്പരമിടിച്ച് കേടുപാടുകൾ സംഭവിച്ചിട്ടുണ്ടെന്ന് മറ്റ് ബോട്ടുടമകൾ പറഞ്ഞു. മിന്നൽ ചുഴലിയിൽ തലക്കോട്ടുകര വിദ്യാ എഞ്ചിനീയറിംഗ് കോളേജിന്റെ പുറകുവശത്ത് കനാൽ റോഡിൽ മരങ്ങൾ കടപുഴകി വീണ് ഇലക്ട്രിക് ലൈനുകൾക്ക് കേടുപാടുകൾ സംഭവിച്ചിട്ടുണ്ട്. പോസ്റ്റ് മുറിഞ്ഞു വീഴുകയും ചെയ്തു. 3 സ്ഥലത്താണ് മരം കടപുഴകി വീണത്. കനാൽ പരിസരത്ത് ഇറിഗേഷന്റെ സ്ഥലത്ത് നിന്നിരുന്ന വൃക്ഷങ്ങളാണ് ചുഴലിയിൽ നിലം പതിച്ചത്. ആർക്കും പരിക്കില്ല. KCB അധികൃതർ ഉടൻ തന്നെ ലൈൻ ഓഫ് ചെയ്തതിനാൽ വൻ ദുരന്തം ഒഴിവായി. വേലൂർ കുട്ടംകുളത്ത് വീടിന് മുകളിൽ തെങ്ങ് വീണു. വീട് പൂർണ്ണമായും തകർന്നു. ഇന്നുണ്ടായ മിന്നൽ ചുഴലിയിൽ വേലൂർ കുട്ടംകുളം കൊരട്ടി റോയിയുടെ വീടിന് മുകളിലേക്ക് തെങ്ങ് കടപുഴകി വീണ് വീട് തകരുകയായിരുന്നു. വീട്ടിലാരും ഇല്ലാത്തതിനാൽ വൻ അപകടം ഒഴിവായി. ആദൂർ മുട്ടിക്കൽ ചിറയിൽ ഒഴുകിവന്ന വലിയ മരം കിഴൂർ മുട്ടിക്കൽ ജോബി ജോണിന്റെ ജീപ്പ് ഉപയോഗിച്ച് വലിച്ചുകയറ്റി. മഴക്കാലം തുടങ്ങിയാൽ വലിയ മരങ്ങൾ ഒലിച്ചുവരുന്നത് പതിവാണ്. ഷട്ടർ ഓപ്പറേറ്റിംഗ് കരാർ ജീവനക്കാരനായ സിജോയുടെ നേതൃത്വത്തിൽ ജോബി ജോൺ, രാജൻ, സലാമു, വർഗീസ്, ബാബു എന്നിവർ നേതൃത്വം നൽകി. തുറന്ന ഷട്ടറിൽ മരം ഒഴുകിപ്പോകാതെ അടഞ്ഞിരിക്കുകയായിരുന്നു. തൊഴിയൂർ ICA കോളേജിന് സമീപം മരച്ചില്ലകൾ വൈദ്യുതി ലൈനിലേക്ക് പൊട്ടിവീണു. വൈദ്യുതി ലൈനിൽ കുടുങ്ങിയ മരച്ചില്ലകൾ ഗുരുവായൂരിലേക്ക് പോകുകയായിരുന്ന സ്വകാര്യ ബസിന് മുകളിൽ കയറിയാണ് നീക്കം ചെയ്തത്. മരക്കൊമ്പ് വീണതിനെ തുടർന്ന് പ്രദേശത്തെ വൈദ്യുതി ബന്ധം വിച്ഛേദിച്ചു. റോഡിൽ ഗതാഗത തടസ്സവും ഉണ്ടായി. സ്ഥലത്തെത്തിയ KCB ഉദ്യോഗസ്ഥരുടെയും നാട്ടുകാരുടെയും നേതൃത്വത്തിൽ ചില്ലകൾ റോഡിൽ നിന്നും നീക്കം ചെയ്തു. വൈദ്യുതി ബന്ധം പുനഃസ്ഥാപിക്കാനുള്ള ശ്രമം തുടരുകയാണ്. കടവല്ലൂർ പഞ്ചായത്തിൽ പലയിടത്തും നാശം. കരിക്കാട് കാരുകുളം കണ്ടംപുള്ളി രവിയുടെ വീടിന്റെ മേൽക്കൂര മേഞ്ഞ ഷീറ്റുകൾ മുഴുവൻ പറന്നുപോയി. കരിക്കാട് അജ്മീർ പട്ടത്തുവളപ്പിൽ ഷക്കീർ ഹുസൈന്റെ വീടിന് മുകളിലേക്ക് 2 തെങ്ങുകൾ പൊട്ടിവീണു. തിപ്പിലശ്ശേരി പെർഫെക്റ്റ് ഹോളോബ്രിക്സ് കമ്പനിയുടെ മേൽക്കൂര ഒടിഞ്ഞു വീണു. സിമന്റ് കട്ട നിർമ്മിക്കുന്ന യന്ത്രം കേടുവന്നു. കമ്പനിയിലെ ജോലിക്കാർ മുറിയിൽ വിശ്രമിക്കുന്ന സമയത്താണ് അപകടമുണ്ടായത്. അതിനാൽ വൻ ദുരന്തം ഒഴിവായി. കല്ലിപ്പുറം ചാലിശ്ശേരി റോഡിൽ കുറുപ്പത്തുവളപ്പിൽ ഫാറൂഖിന്റെ വീടിന് മുന്നിൽ നിർത്തിയിരുന്ന സ്കൂട്ടർ മരം വീണ് തകർന്നു. ഇതേ ഭാഗത്ത് പരുതൂർ മുരളിയുടെ വീടിന്റെ മുകളിലേക്ക് തെങ്ങ് കടപുഴകി വീണു. കടവല്ലൂർ പാടത്ത് ഹൈവേയിൽ സ്ഥാപിച്ചിരുന്ന 2 കൂറ്റൻ പരസ്യ ബോർഡുകൾ കാറ്റിലൊടിഞ്ഞ് നശിച്ചു. പഞ്ചായത്ത് പ്രസിഡന്റ്, സെക്രട്ടറി, കരിക്കാട് വില്ലേജ് ഓഫീസർ എന്നിവരുടെ നേതൃത്വത്തിലുള്ള സംഘം നാശനഷ്ടങ്ങളുണ്ടായ സ്ഥലങ്ങൾ സന്ദർശിച്ചു.
കാട്ടകാമ്പാൽ പഞ്ചായത്തിലെ മൂലേപ്പാട് SC/ST ഫ്ളാറ്റിന് മുകളിലെ വാട്ടർ ടാങ്കും ഷീറ്റും ശക്തമായ കാറ്റിൽ തകർന്നു. കോണിമുറിയുടെ മേൽക്കൂര പറന്നുപോയി വാട്ടർ ടാങ്ക് നടുമുറിഞ്ഞു വീണു. കാറ്റിന്റെ ശക്തിയിൽ മേൽക്കൂരയുടെ ഷീറ്റുകൾ പൂർണ്ണമായും തകർന്നിട്ടുണ്ട്. കാട്ടകമ്പാൽ മേഖലയിൽ മരങ്ങൾ വീണ് വൈദ്യുതി പോസ്റ്റുകളും വൈദ്യുതി കമ്പികളും തകർന്നു. പോർക്കുളം അഗതിയൂർ നോങ്ങല്ലൂർ റോഡിൽ മരങ്ങൾ കടപുഴകി ഗതാഗതം തടസ്സപ്പെട്ടു. മൂലേപ്പാട് SC/ST ഫ്ളാറ്റിന് മുകളിലെ വാട്ടർ ടാങ്കും ഷീറ്റും തകർന്നു. മുകളിലെ ഷീറ്റ് പറന്നുപോയി. പഴഞ്ഞിപ്പള്ളിക്ക് സമീപം അബ്രഹാമിന്റെ വീട്ടിലെ മാവിന്റെ വലിയ കൊമ്പ് റോഡിലേക്ക് പൊട്ടി വീണു. ഇതോടെ ഈ വഴിയുള്ള ഗതാഗതം തടസ്സപ്പെട്ടു. വൈദ്യുതി കാലുകളും തകർന്നു. സ്രായിക്കടവ് പാലത്തിലെ പെട്ടിക്കട കാറ്റിൽ പറന്ന് പാടത്തേക്ക് വീണു. നന്നമുക്ക് സ്വദേശിയുടേതാണ് കട. കടയിലെ സാധനങ്ങളും വെള്ളത്തിലേക്ക് വീണു. കോട്ടോല ആശുപത്രിക്ക് സമീപം റോഡിലേക്ക് തെങ്ങ് കടപുഴകി വീണു. നോങ്ങല്ലൂർ കണ്ണംകോട്ട് പ്രമോദിന്റെ പറമ്പിലെ 15ഓളം റബ്ബർ മരങ്ങൾ റോഡിലേക്ക് കടപുഴകി വീണു. വൈദ്യുതി പോസ്റ്റുകൾ തകർന്നു. മാഞ്ചിറക്കൽ കോറോത്തുകാട്ടിൽ സുബൈറിന്റെ വീടിന് മുകളിലേക്ക് 2 തേക്കുമരങ്ങൾ കടപുഴകി വീണു. വീടിന് ചെറിയ കേടുപാടുകളും സംഭവിച്ചു. വടക്കേക്കാട് മണികണ്ഠേശ്വരത്ത് റോഡരികിലെ പൂമരം കടപുഴകി വീണ് ഇലക്ട്രിക് ലൈനുകളും കേബിൾ ഇന്റർനെറ്റ് കണക്ഷനും തകരാറിലായി. OFC ഫൈബർ കേബിളുകൾ പൊട്ടിയതിനെ തുടർന്ന് പ്രദേശത്ത് ഇന്റർനെറ്റ് സംവിധാനവും തകരാറിലായി. ഇതുമൂലം പ്രദേശത്തെ കേബിൾ ഓപ്പറേറ്റർമാർക്ക് വലിയ സാമ്പത്തിക നഷ്ടമാണ് ഉണ്ടായത്. കേബിൾ TV തൊഴിലാളികളും ഇലക്ട്രിസിറ്റി ജീവനക്കാരും സ്ഥലത്തെത്തി തകരാർ പരിഹരിക്കാനുള്ള ശ്രമത്തിലാണ്. കഴിഞ്ഞ ദിവസം നാട്ടുകാരുടെ പരാതിയെ തുടർന്ന് പഞ്ചായത്തും നാട്ടുകാരും മരം മുറിച്ചുമാറ്റാൻ ശ്രമിച്ചെങ്കിലും PWD അധികൃതർ ഇടപെട്ട് തടസ്സവാദം ഉന്നയിച്ച് പ്രവൃത്തി തടയുകയാണ് ഉണ്ടായത്. മരം മുറിക്കുകയായിരുന്നെങ്കിൽ ഇത്രയും നാശനഷ്ടങ്ങൾ ഉണ്ടാവുമായിരുന്നില്ല എന്ന് നാട്ടുകാർ പറയുന്നു. പൊന്നയൂർകുളം തൃപ്പറ്റ് മേഖലയിൽ നിരവധി മരങ്ങൾ കടപുഴകി. കല്ലാട്ടയിൽ ഉസ്മാന്റെ വീട്ടുപറമ്പിലെ തെങ്ങ്, ഐനി എന്നിവ കടപുഴകി വീണു. സമീപത്തെ ആളൊഴിഞ്ഞ പറമ്പിലെ തെങ്ങ് നടുവൊടിഞ്ഞു വീണു. ഇതേ പറമ്പിലെ തേക്കുമരവും കടപുഴകി. പ്രദേശത്ത് വൈദ്യുതി വിതരണം തടസ്സപ്പെട്ടു. ചമ്മന്നൂരിൽ വീടിന്റെ പുറകുവശം തകർന്നു. ശക്തമായ മഴയിൽ കൊട്ടിലിങ്ങൽ പറമ്പിൽ കാർത്തിയാനിയുടെ വീടിന്റെ പുറകുവശമാണ് തകർന്നു വീണത്. പഞ്ചായത്ത് അധികൃതർ സ്ഥലം സന്ദർശിച്ചു. എയ്യാൽ പ്രദേശത്ത് മരങ്ങൾ വീണ് പോസ്റ്റുകൾ പൂർണ്ണമായും തകർന്നു. ഈ പ്രദേശത്ത് വൈദ്യുതി ബന്ധം പൂർണ്ണമായും നിലച്ചിരിക്കുകയാണ്. വെള്ളർക്കാട് ശ്രീരാമസ്വാമി ക്ഷേത്രത്തിനു സമീപം ഐക്യര ഉണ്ണിയുടെ വീടിന് മുകളിലേക്ക് തെങ്ങു വീണു. വീടിന്റെ പിറകുവശം ഭാഗികമായി തകർന്നു. ആറ്റത്തറ, കോട്ടപ്പുറം, കുമ്പളങ്ങാട് മേഖലകളിൽ വ്യാപക നാശം. വീടുകളുടെ മുകളിലേക്കും റോഡിലേക്കും മരം വീണു. നാട്ടുകാർ ചേർന്ന് മരക്കൊമ്പുകൾ മുറിച്ചുമാറ്റി ഗതാഗതം പുനഃസ്ഥാപിച്ചു. ആര്യമ്പാടം മേഖലയിലും നാശനഷ്ടങ്ങളുണ്ടായി. കൂറ്റനാട് പട്ടാമ്പി റോഡിൽ മരക്കൊമ്പ് പൊട്ടി വീണു. ഉച്ചയ്ക്ക് 1 മണിയോടെയാണ് ബസ് സ്റ്റാൻഡിന് സമീപം റോഡരികിലെ ബദാമരത്തിന്റെ കൊമ്പ് റോഡിലേക്ക് പൊട്ടി വീണത്. സംഭവ സമയത്ത് യാത്രക്കാരും ഇല്ലാതിരുന്നതിനാൽ വൻ അപകടം ഒഴിവായി. തെക്കൻ പാലയൂരിൽ മിന്നൽ ചുഴലിയിൽ വൻ നാശനഷ്ടം. ഉച്ചയ്ക്ക് 12 മണിയോടെ വീശിയടിച്ച ശക്തമായ കാറ്റിൽ അതിരിങ്ങൽ പുഷ്കറിന്റെ വീടിന് മുന്നിൽ വൻ തേക്കുമരവും തെങ്ങും റോഡിലേക്ക് മറിഞ്ഞു വീണു. 5ഓളം ഇലക്ട്രിക് പോസ്റ്റുകൾ തകർന്നു. മേഖലയിൽ കേബിൾ ശൃംഖലയും തകരാറിലായി. വാഹന ഗതാഗതവും തടസ്സപ്പെട്ടു. കുണ്ടുകടവ് ഗുരുവായൂർ സംസ്ഥാന പാതയിൽ എരമംഗലത്ത് റോഡിലെ ഗർത്തത്തിൽ വീണ് ബൈക്കിൽ ഭർത്താവിനൊപ്പം പോകുകയായിരുന്ന പെരുമ്പടപ്പ് സ്വദേശിനിയായ ഗർഭിണിക്ക് പരിക്കേറ്റു. സംസ്ഥാന പാതയിൽ എരമംഗലം കളത്തിൽപ്പടിയിൽ രൂപാന്തരപ്പെട്ട ഗർത്തത്തിൽ വീണാണ് ഗർഭിണിക്ക് പരിക്കേറ്റത്. ഇതോടെ പ്രതിഷേധവുമായി നാട്ടുകാർ ചേർന്ന് ഗതാഗതം ഉപരോധിച്ചു. VKM ഷാഫി, അർമുഗൻ സോനാരെ, VKM അഷ്റഫ്, സുരേഷ് പൂങ്ങാടൻ, അഷ്റഫ് VPs, ശ്രീധരൻ പയപ്പുള്ളി, ജിഷാദ് ഒലിയിൽ തുടങ്ങിയവർ സംസാരിച്ചു. നിലവിൽ PWDയുടെ റണ്ണിംഗ് കോൺട്രാക്റ്റുള്ള റോഡാണ് ഈ റോഡ്. ആ അടിസ്ഥാനത്തിൽ എന്തെങ്കിലും സംഭവം ഉണ്ടായിക്കഴിഞ്ഞാൽ അതിന് പരിഹാരം കാണാനുള്ള ഓപ്ഷനും അത് PWDയിൽ നിക്ഷിപ്തമായിട്ടുള്ള നിർദ്ദേശങ്ങൾ കൊടുക്കാൻ കഴിയാവുന്ന സംവിധാനങ്ങളും നിലവിലുണ്ട്. ഇത് കാണുന്ന ഉദ്യോഗസ്ഥന്മാർ വളരെ കൃത്യമായി ഈ വിഷയത്തിൽ ഇടപെട്ട് അടിയന്തരമായ പരിഹാരം കാണണം. ഇവിടെ സൂചിപ്പിച്ചതുപോലെ ഇന്നലെ വൈകുന്നേരമാണ് ഒരു സ്ത്രീക്ക് അപകടമുണ്ടായത്. നിരന്തരം നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ മഴ പെയ്തു കഴിഞ്ഞാൽ കുഴിയോ മറ്റു കാര്യങ്ങളോ ഒന്നും കാണുന്ന സാഹചര്യമില്ല. അതോടുകൂടി കൂടുതൽ അപകടങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. ചങ്ങരംകുളം കല്ലൂർമയിൽ നീലയിൽ കോൾപ്പടവിൽ തോണിമറിഞ്ഞ് 2 യുവാക്കൾ മുങ്ങി മരിച്ചു. ചങ്ങരംകുളം കല്ലൂർമ സ്വദേശി കിഴക്കേതിൽ റഫീഖിന്റെ മകൻ 23 വയസ്സുള്ള ആഷിഖ്, ചങ്ങരംകുളം ചിയ്യാനൂർ സ്വദേശി മേച്ചിനാത്ത് കരുണാകരന്റെ മകൻ 23 വയസ്സുള്ള സച്ചിൻ എന്നിവരാണ് മരിച്ചത്. ചിയ്യാനൂർ സ്വദേശി 26 വയസ്സുള്ള പ്രസാദിനെ നാട്ടുകാർ ചേർന്ന് രക്ഷപ്പെടുത്തി ചങ്ങരംകുളത്തെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ഞായറാഴ്ച വൈകിട്ട് 5 മണിയോടെയാണ് അപകടം. സുഹൃത്തുക്കളായ 3 പേരും കൂടി തോണിയെടുത്ത് കായലിൽ ഇറങ്ങിയതായിരുന്നു. താഴ്ചയുള്ള ഭാഗത്തെത്തിയതോടെ തോണി മറിഞ്ഞാണ് അപകടമുണ്ടായത്. ചതുപ്പ് നിറഞ്ഞ ഭാഗത്ത് നീന്താൻ കഴിയാതെ മൂവരും മുങ്ങിത്താഴുകയായിരുന്നു.
ശബ്ദം കേട്ട് ഓടിയെത്തിയ നാട്ടുകാർ പ്രസാദിനെ കണ്ടെത്തി രക്ഷപ്പെടുത്തി കരയ്ക്ക് കയറ്റിയെങ്കിലും ആഷിഖിനെയും സച്ചിനെയും കണ്ടെത്താനായില്ല. ഫയർഫോഴ്സും നാട്ടുകാരും ചേർന്ന് നടത്തിയ ഏറെ നേരത്തെ തെരച്ചിലിനൊടുവിലാണ് ഇരുവരുടെയും മൃതദേഹങ്ങൾ കണ്ടെത്തിയത്. ചങ്ങരംകുളം സൺറൈസ് ആശുപത്രി മോർച്ചറിയിൽ സൂക്ഷിച്ച മൃതദേഹങ്ങൾ തിങ്കളാഴ്ച രാവിലെ നടപടിക്രമങ്ങൾക്കു ശേഷം ബന്ധുക്കൾക്ക് വിട്ടുനൽകും. മരിച്ച ആഷിഖ് വെൽഡിംഗ് ജോലിക്കാരനും സച്ചിൻ ചങ്ങരംകുളത്ത് ബേക്കറി ജീവനക്കാരനുമാണ്. CCTV ന്യൂസ് പെരുമ്പിലാവ്. എയ്യാൽ ചെമ്മന്തിട്ടയിൽ നിയന്ത്രണം വിട്ട കാർ മരത്തിലിടിച്ച് അപകടം 3 പേർക്ക് പരിക്കേറ്റു. കൈപ്പറമ്പ് സ്വദേശികളായ വലിയകത്ത് വീട്ടിൽ 42 വയസ്സുള്ള റിയാസ്, കുരിശുമുട്ടം വീട്ടിൽ 26 വയസ്സുള്ള ആൽവിൻ, തിരുത്തുമ്മൽ വീട്ടിൽ 35 വയസ്സുള്ള കാർത്തിക് എന്നിവർക്കാണ് പരിക്കേറ്റത്. ഇന്ന് പുലർച്ചെ 1 മണിയോടെയാണ് ഇയാൾ ചെമ്മന്തിട്ട പെട്രോൾ പമ്പിന് സമീപത്ത് അപകടമുണ്ടായത്. ഇടിയുടെ ആഘാതത്തിൽ നെഞ്ചിനുൾപ്പെടെ പരിക്കേറ്റ 3 പേരെയും വെള്ളർക്കാട് SKSSF സഹചാരി ആംബുലൻസ് പ്രവർത്തകർ തൃശൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. കേച്ചേരി ഭാഗത്തു നിന്നും പന്നിത്തടം ഭാഗത്തേക്ക് വരികയായിരുന്ന കാറാണ് നിയന്ത്രണം വിട്ട് പാതയോരത്ത് നിന്നിരുന്ന മരത്തിൽ ഇടിച്ചു കയറിയത്. ഇടിയുടെ ആഘാതത്തിൽ കാറിന്റെ മുൻവശം പൂർണ്ണമായും തകർന്നു. എരുമപ്പെട്ടി പോലീസ് മേൽ നടപടികൾ സ്വീകരിച്ചു. കുണ്ടും കുഴിയും നിറഞ്ഞ ചെളിക്കുളമായ തൃശൂർ കുന്നംകുളം റോഡിലെ കുഴികളിൽ മണ്ണടിച്ച് പൊതുമരാമത്ത് വകുപ്പിന്റെ പ്രഹസനം. തിങ്കളാഴ്ച രാവിലെയാണ് മഴുവഞ്ചേരി മുതൽ ചൂണ്ടൽ വരെയുള്ള ഭാഗത്തെ കുഴികളിൽ പൊതുമരാമത്ത് നിർദ്ദേശപ്രകാരം കരാറുകാരൻ വാഹനങ്ങളിലെത്തിച്ച് മണ്ണടിച്ചത്. കുഴികൾ നിറഞ്ഞ റോഡിലൂടെയുള്ള ദുരിതയാത്ര വലിയ വാർത്തയായ പശ്ചാത്തലത്തിൽ അറ്റകുറ്റപ്പണിക്കായി 29 ലക്ഷം രൂപ പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി PA മുഹമ്മദ് റിയാസ് അനുവദിച്ചുവെങ്കിലും കഴിഞ്ഞയാഴ്ചയിൽ ക്വാറി വേസ്റ്റ് നിക്ഷേപിച്ചു പോകുക മാത്രമാണ് നടന്നത്. ഒരാഴ്ച മുമ്പേ ഇട്ട ക്വാറി വേസ്റ്റ് കഴിഞ്ഞ ദിവസങ്ങളിൽ പെയ്ത മഴയിൽ വീണ്ടും വൻ കുഴികളായതോടെയാണ് പൊതുമരാമത്ത് വകുപ്പിന്റെ പ്രഹസനം വീണ്ടും ആവർത്തിച്ചത്. രാവിലെ മണ്ണിട്ട് പോയതിനു ശേഷം പെയ്ത മഴയിൽ മണ്ണെല്ലാം ഒഴുകിപ്പോയതോടെ കുഴികളെല്ലാം പൂർവാധികം ശക്തിയായി തിരിച്ചെത്തിയിരിക്കുകയാണ്. ജനങ്ങളുടെ കണ്ണിൽ പൊടിയിടുന്ന ഈ പ്രഹസനം തുടർക്കഥയായി മാറുമ്പോൾ മുഖ്യമന്ത്രി ഉൾപ്പെടെ വടക്കു നിന്നുള്ള പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി അടക്കമുള്ളവർ ഈ പാതയിലൂടെയുള്ള സഞ്ചാരം അവസാനിപ്പിച്ചിരിക്കുകയാണ്. മുഖ്യമന്ത്രിക്കും മന്ത്രിമാർക്കും വഴിമാറിയും വന്ന വഴിമറന്നും പോകാമെങ്കിലും സാധാരണക്കാരൻ നടുവടിഞ്ഞുള്ള യാത്ര തുടരുക തന്നെ വേണ്ടിവരും. CCTV ന്യൂസ് കേച്ചേരി. കേബിൾ TV ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ തൃശൂർ ജില്ലാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ ദ്വിദിന നേതൃത്വ പരിശീലന ക്യാമ്പ് സംഘടിപ്പിച്ചു. ചെറുതുരുത്തി എക്കോ ഗാർഡൻ റിസോർട്ടിൽ നടന്ന ക്യാമ്പ് കേബിൾ TV ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ സംസ്ഥാന ജനറൽ സെക്രട്ടറി PB സുരേഷ് ഉദ്ഘാടനം ചെയ്തു. ജില്ലാ പ്രസിഡന്റ് TD സുഭാഷ് അധ്യക്ഷനായി. KCCL MD PP സുരേഷ് കുമാർ, സംസ്ഥാന എക്സിക്യൂട്ടീവ് അംഗം KV രാജൻ, ജില്ലാ സെക്രട്ടറി P ആന്റണി തുടങ്ങിയവർ സംസാരിച്ചു. ബിസിനസ് സ്ട്രാറ്റജി കോച്ച് K സുഭാഷ് ബാബു, മനോജ് തോമസ്, സ്നിഗിത സുധീർ എന്നിവർ ക്ലാസ് നയിച്ചു. ചടങ്ങിൽ പുതുതായി തെരഞ്ഞെടുക്കപ്പെട്ട സംസ്ഥാന ഭാരവാഹികളായ പ്രസിഡന്റ് പ്രവീൺ മോഹൻ, ജനറൽ സെക്രട്ടറി PB സുരേഷ്, ട്രഷറർ ബിനു ശിവദാസ്, KCCL ചെയർമാൻ K ഗോവിന്ദൻ, ജില്ലാ ചാർജ് വഹിക്കുന്ന പ്രജീഷ് അച്ചാണ്ടി എന്നിവരെ ആദരിച്ചു. മാറഞ്ചേരി തുറുവാണം പാലം ഉടൻ നിർമ്മാണം സ്തംഭനത്തിൽ പ്രതിഷേധിച്ച് വാർഡ് മെമ്പർ സംഗീത രാജന്റെ നേതൃത്വത്തിൽ പ്രദേശവാസികൾ ജാഥ നടത്തി. 2020 32.5 കോടി രൂപ പാലത്തിന് അനുവദിച്ച സാങ്കേതിക അനുമതി ലഭിച്ച പ്രവൃത്തിയിൽ പുരോഗതിയില്ലാത്തതിനാൽ ദ്വീപ് മഴക്കാലത്ത് ഒറ്റപ്പെട്ട് കിടക്കുകയാണെന്നും ഇനിയും നിർമ്മാണം തുടങ്ങിയില്ലെങ്കിൽ MLA ഓഫീസിൽ കുത്തിയിരിപ്പ് സമരം നടത്തുമെന്നും വാർഡ് മെമ്പർ സംഗീത രാജൻ അറിയിച്ചു. ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ P നൂറുദ്ദീൻ സമരക്കാരെ അഭിസംബോധന ചെയ്ത് സംസാരിച്ചു. പ്രതിഷേധക്കാർ മാറഞ്ചേരി സെന്ററിൽ റോഡ് ഉപരോധിച്ചു. പെരുമ്പടപ്പ് പോലീസ് സ്ഥലത്തെത്തി പ്രതിഷേധക്കാരെ നീക്കം ചെയ്തു. നിതേഷ്, ലിജിത്ത്, ശേഖരൻ, ജിതില ബിജു, വിജയ, ജിഷ്ണു, മീന, ഹരിദാസ്, ധന്യ, നിമിഷ, വിജയ എന്നിവർ നേതൃത്വം നൽകി. പഴഞ്ഞി ജെറുസലേമിൽ റോഡ് മുറിഞ്ഞു കിടക്കവേ സ്കൂട്ടർ ഇടിച്ച് കാൽനട യാത്രക്കാരി ഉൾപ്പെടെ 2 പേർക്ക് പരിക്കേറ്റു. സ്കൂട്ടർ യാത്രികൻ കാട്ടകാമ്പൽ ചിറക്കൽ സ്വദേശി എടപ്പുള്ളി വീട്ടിൽ 31 വയസ്സുള്ള അജിത് രാജ്, പഴഞ്ഞി ചെറുതുരുത്തി സ്വദേശി മൂർത്താട്ടിൽ വീട്ടിൽ 60 വയസ്സുള്ള ചന്ദ്രിക എന്നിവർക്കാണ് പരിക്കേറ്റത്. തിങ്കളാഴ്ച രാവിലെ 11:30യോടെയാണ് അപകടമുണ്ടായത്. ചിറക്കൽ ഭാഗത്തു നിന്ന് പാറയമ്പാടം ഭാഗത്തേക്ക് പോവുകയായിരുന്ന സ്കൂട്ടർ റോഡ് മുറിച്ചു കിടക്കുകയായിരുന്ന വയോധികയെ ഇടിക്കുകയായിരുന്നു. ഇടിയുടെ ആഘാതത്തിൽ റോഡിൽ വീണ ഇരുവർക്കും പരിക്കേറ്റു. ഇരുവരെയും കുന്നംകുളം നന്മ പരസ്പര സഹായി സമിതി ആംബുലൻസ് പ്രവർത്തകർ ചേർന്ന് കുന്നംകുളം മലങ്കര ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. അമ്മേ ഞാനും ജീവിച്ചോട്ടെ എന്ന സന്ദേശവുമായി കോട്ടപ്പടിയിലെ യുവജനങ്ങളും കുട്ടികളും സൈക്കിൾ റാലി സംഘടിപ്പിച്ചു. 1971 MTP ആക്ട് ഭ്രൂണഹത്യാ നിയമം റദ്ദ് ചെയ്യണമെന്നാവശ്യപ്പെട്ടുകൊണ്ടാണ്
ഭാരത് കാത്തോലിക്ക മെത്രാൻസ് സമിതിയുടെ കീഴിൽ സംഘടിപ്പിക്കപ്പെടുന്ന മൂന്നാമത്തെ ഇന്ത്യാസ് മാർച്ച് ഫോർ ലൈഫ് സൈക്കിൾ റാലിയാണ് കോട്ടപ്പടി സെന്റ് ലാസേഴ്സ് ദേവാലയത്തിന്റെ നേതൃത്വത്തിൽ നടന്നത്. വികാരി ഫാദർ ഷാജി കൊച്ചുപുരയ്ക്കൽ പതാക വീശി ഉദ്ഘാടനം നിർവഹിച്ചു. അസിസ്റ്റന്റ് വികാരി എഡ്വിൻ ഐനിക്കൽ സൈക്കിൾ റാലി നയിച്ചു. ട്രസ്റ്റിമാരായ MF വിൻസെന്റ്, ഡേസൺ പഴുന്നാന, ലിൻഡോ ചാക്കോ, ജാക്സൺ നീലങ്കാവിൽ, SL മീഡിയ അംഗങ്ങൾ എന്നിവർ നേതൃത്വം നൽകി. പൊതുസ്ഥലത്ത് ബയോമെഡിക്കൽ മാലിന്യം തള്ളുന്നത് കണ്ടെത്താൻ സഹായിച്ച കൊച്ചുമിടുക്കൻ ആറ്റുപുറം സെന്റ് ആന്റണീസ് LP സ്കൂളിലെ 2ാം ക്ലാസ് വിദ്യാർത്ഥിയായ ഇബ്രാഹിം നസീമിനെ സ്കൂൾ അസംബ്ലിയിൽ ആദരിച്ചു. സ്കൂൾ മാനേജർ ഫാദർ ഡെന്നീസ് മാറൂക്കി അധ്യക്ഷത വഹിച്ച യോഗം വാർഡ് മെമ്പർ KS ഷനിൽ ഉദ്ഘാടനം ചെയ്തു. PTA പ്രസിഡന്റ് ദിനേശ് ജി നായർ മുഖ്യാതിഥിയായി. സ്കൂൾ മാനേജർ നസീമിനെ പൊന്നാടണിയിച്ച് ഉപഹാരം നൽകി. PTA പ്രത്യേക ഉപഹാരം PTA പ്രസിഡന്റ് സമ്മാനിച്ചു. സ്കൂൾ ഹെഡ്മാസ്റ്റർ AD സാജു സ്വാഗതവും ലിബി ലാസർ നന്ദിയും പറഞ്ഞു. PTA വൈസ് പ്രസിഡന്റ് സ്നിയ ജയൻ, അധ്യാപകരായ NK ഷജി, CS ഫൗസിയ, KF ലീന, ബിനി വർഗീസ്, ഡീന ഡൊമിനി, KR നിത, ജിഷി ജേക്കബ്, MK സൗദ എന്നിവർ നേതൃത്വം നൽകി. കോട്ടപ്പടി ഗ്രാമീണ വായനശാലയുടെ നേതൃത്വത്തിൽ ആത്രപ്പുള്ളി നാരായണൻ അനുസ്മരണം സംഘടിപ്പിച്ചു. ഗുരുവായൂർ നഗരസഭ വൈസ് ചെയർപേഴ്സൺ അനീഷ്മ ഷനോജ്, കൗൺസിലർമാരായ സുഹറ ഹംസമോൻ, ദിനിൽ, ചാവക്കാട് താലൂക്ക് ലൈബ്രറി കൗൺസിൽ പ്രസിഡന്റ് KP വിനോദ്, എഴുത്തുകാരൻ KV സുബ്രഹ്മണ്യൻ, CCTV ന്യൂസ് ആൻഡ് പ്രോഗ്രാം ഡയറക്ടർ KC ജോസ്, സാമൂഹ്യ പ്രവർത്തകൻ ബഷീർ പൂക്കോട്, ചലച്ചിത്ര നിർമ്മാതാവ് സജീവ് മാധവൻ, പരിസ്ഥിതി പ്രവർത്തകൻ രാജേഷ് അടയ്ക്കാപുത്തൂർ, ചലച്ചിത്ര നടൻ ഗോപിനാഥൻ പാലഞ്ചേരി, സാംസ്കാരിക പ്രവർത്തകൻ മണി ചേമ്പാലക്കുളം തുടങ്ങിയവർ സംസാരിച്ചു. പരിസ്ഥിതി പ്രവർത്തകൻ രാജേഷ് അടയ്ക്കാപുത്തൂർ ഓർമ്മമരം നട്ടു. പങ്കെടുത്ത എല്ലാവർക്കും കണിക്കൊന്നത്തൈ വിതരണവും ഉണ്ടായി. കോട്ടപ്പടി വായനശാലയുടെ സഹയാത്രികനായിരുന്ന അന്തരിച്ച ആത്രപ്പുള്ളി നാരായണൻ. നിയന്ത്രണം വിട്ട കാറിടിച്ച് കയറി വീടിന്റെ മതിൽ തകർന്നു. ചൂണ്ടൽ ഗ്രാമീണ വായനശാലയ്ക്ക് സമീപത്തുള്ള ഇടവന വീട്ടിൽ ഹേമയുടെ വീടിന്റെ മതിലാണ് തകർന്നത്. തിങ്കളാഴ്ച പുലർച്ചെ 1 മണിയോടെയാണ് അപകടമുണ്ടായത്. മറ്റം നമ്പഴിക്കാട് നിന്നും പെരുമ്പിലാവ് ഭാഗത്തേക്ക് പോവുകയായിരുന്ന കാറാണ് അപകടത്തിൽപ്പെട്ടത്. വാഹനം ഓടിച്ചിരുന്നയാൾ പരിക്കേൽക്കാതെ രക്ഷപ്പെട്ടുവെങ്കിലും കാറിന്റെ മുൻവശം തകർന്നു. റോഡിന്റെ ഇടതുവശത്തുകൂടി വന്നിരുന്ന കാർ വലതുഭാഗത്തേക്ക് ഇടിച്ചു കയറുകയായിരുന്നു. വീട്ടിലേക്ക് പ്രവേശിക്കുന്നതിന് കാനയ്ക്ക് മുകളിൽ സ്ഥാപിച്ചിരുന്ന സ്ലാബുകൾ ദൂരേക്ക് തെറിച്ചു വീണു. പുന്നിയൂർ നന്മ ചാരിറ്റബിൾ സൊസൈറ്റിയുടെ നേതൃത്വത്തിൽ നന്മ നിധി സമാഹരണ കൂപ്പണിന്റെ വിതരണോദ്ഘാടനം നടന്നു. പാവിട്ടക്കുളങ്ങര ശിവഭദ്രക്ഷേത്ര മേൽശാന്തി ശരത് നമ്പൂതിരി ഭദ്രദീപം തെളിയിച്ച് നന്മ മെമ്പർമാർക്ക് സമ്മാന കൂപ്പൺ നൽകി ഉദ്ഘാടനം ചെയ്തു. ദയാനന്ദൻ മാമ്പുള്ളി പദ്ധതി വിശദീകരണം നടത്തി. മോഹനൻ ഇ ചിത്തറ, പ്രസിഡന്റ് റിനീഷ്, സ്മിത ബാലൻ തുടങ്ങിയവർ സംസാരിച്ചു. ചാലിശ്ശേരി മെയിൻ റോഡിൽ പൂമരങ്ങൾ അപകട ഭീഷണി ഉയർത്തുന്നു. പരാതിപ്പെട്ടിട്ടും അധികൃതർ മരം മുറിക്കാൻ തയ്യാറാകുന്നില്ലെന്ന് ആരോപണം. പെരുമ്പിലാവ് നിലമ്പൂർ പാതയിൽ ചാലിശ്ശേരി മെയിൻ റോഡിലെ പട്ടാമ്പി ബസ് സ്റ്റോപ്പിന് മുൻവശത്ത് നിൽക്കുന്ന 3 പൂമരങ്ങളാണ് കാൽനടയാത്രക്കാർക്കും വാഹനയാത്രക്കാർക്കും ഭീഷണിയായി നിൽക്കുന്നത്. മരത്തിന്റെ വേരുകൾ ചിതൽ പിടിച്ച് ദ്രവിച്ചും റോഡിലേക്ക് ചാഞ്ഞുമാണ് നിൽക്കുന്നത്. മരക്കൊമ്പുകളുടെ ഉൾഭാഗത്ത് വെള്ളമിറങ്ങി വലിയ ശിഖരങ്ങൾ ദ്രവിച്ചു നിൽക്കുകയാണ്. ഇവയെല്ലാം റോഡിലേക്കാണ് ചാഞ്ഞു നിൽക്കുന്നത്. മഴ പെയ്താലും കാറ്റടിക്കുമ്പോഴും മറിഞ്ഞു വീഴാൻ സാധ്യതയേറെയാണ്. പട്ടാമ്പി ബസ് കാത്തിരിപ്പ് കേന്ദ്രത്തിൽ ബസ് കാത്തു നിൽക്കുന്നവർ, ഓട്ടോ ടാക്സി, ചുമട്ടുതൊഴിലാളികൾ, വ്യാപാര സ്ഥാപനങ്ങൾ, വൈദ്യുതി ലൈനുകൾ എന്നിവയ്ക്ക് മരം ഭീഷണിയാണ്. അധികാരികൾക്ക് പരാതി നൽകിയിട്ടുണ്ടെങ്കിലും നടപടികൾ ഉണ്ടായിട്ടില്ലെന്നും അധികൃതർ നടപടി സ്വീകരിക്കണമെന്നും നാട്ടുകാർ ആവശ്യപ്പെട്ടു. അധികാരികളോട് വല്ലവരോടും പേപ്പർ ആൾക്കാർ ഒപ്പിട്ട് കൊടുത്തുള്ളതാണ്. പാസ്സായിട്ടൊക്കെ പറയേണ്ടവര് ഇതുവരെ മുറിക്കാനല്ലേ ഈ മഴയ്ക്കാണ് ആ കൊമ്പ് കംപ്ലീറ്റ് കൊമ്പ് താട്ടാ അത്ര ഞങ്ങൾക്ക് ചേർന്നില്ല. ഇതേ രീതിയിൽ ചാലിശ്ശേരി പോലീസ് സ്റ്റേഷനു സമീപവും അങ്ങാടി കല്ലുംപുറം പാതയിലും റോഡിലേക്ക് ചാഞ്ഞു നിൽക്കുന്ന മരങ്ങൾ അപകട ഭീഷണിയാണ്. ഇവയും മുറിച്ചു മാറ്റണമെന്ന് പ്രദേശവാസികൾ പറഞ്ഞു. CCTV ന്യൂസ് പെരുമ്പിലാവ്. എരുമപ്പെട്ടി പാഴിയോട്ടുമുറി തലക്കോട്ടുകര റോഡിലെ മത്തായിപ്പടിയിൽ റോഡിൽ വാഹനങ്ങൾ നിർത്തി മരത്തടികൾ കയറ്റുന്നത് അപകട ഭീഷണിയാകുന്നു. തോന്നല്ലൂർ മത്തായിപ്പടിക്ക് സമീപത്തെ പറമ്പിലും റോഡരികിലുമാണ് മരത്തടികൾ കൂട്ടിയിട്ടിരിക്കുന്നത്. ഇവ കയറ്റാനെത്തുന്ന ലോറികൾ റോഡിൽ നിർത്തിയിടുന്നതായാണ് യാത്രക്കാർക്ക് ഭീഷണിയാകുന്നത്. കുന്നംകുളം തൃശൂർ റോഡ് തകർന്നതിനാലും കേച്ചേരി അക്കിക്കാവ് ബൈപ്പാസ് നവീകരണം നടക്കുന്നതിനാലും ഭൂരിഭാഗം യാത്രക്കാരും ഈ റോഡിനെയാണ് ആശ്രയിക്കുന്നത്. റോഡ് നവീകരിച്ചാൽ വേഗത്തിലാണ് വാഹനങ്ങൾ കടന്നുപോകുന്നത്. റോഡിൽ
ലോറി നിർത്തിയിട്ട് മരം കയറ്റാൻ 1 മണിക്കൂറിലേറെ സമയമെടുക്കുന്നുണ്ട്. കഴിഞ്ഞ ദിവസം നാട്ടുകാർ എരുമപ്പെട്ടി പോലീസിൽ മരം കയറ്റുന്ന വീഡിയോ സഹിതം പരാതിപ്പെട്ടിരുന്നു. എന്നാൽ യാതൊരു നടപടിയും എടുത്തിട്ടില്ലെന്ന് നാട്ടുകാർ ആരോപിച്ചു. ഇവിടെ ഈ മരങ്ങളെ കൊണ്ടുവന്ന് കൂട്ടിയിട കാരണം അത്രയും തിരക്ക് ഉള്ള റോഡാണ് ഇപ്പോൾ ഇത്. വളവും കയറ്റം കൂടിയിട്ടാണ്. അപ്പം നമ്മൾ ഇത് ഇവിടുന്ന് ഗതാഗതത്തിനും ആൾക്കാർക്ക് വഴിയടക്കുന്നൊന്നും പറ്റില്ല. ഭയങ്കര തടസ്സമായിട്ടിരിക്കുക. ഇനിയിപ്പോൾ കയറ്റുമ്പോൾ വണ്ടി കൊണ്ടുവന്നിട്ട് കയറ്റുമ്പോൾ ഒരു ദിവസം മുഴുവൻ വണ്ടി വയ്ക്കും. ഗതാഗതം നടത്താനുള്ള സംവിധാനം ഉണ്ടാക്കണമെന്നുള്ളതാണ് നമ്മൾ ആവശ്യപ്പെടുന്നത്. സംസ്കൃതം ശ്ലോകം ചൊല്ലിയും വിദ്യാർത്ഥികളുമായി സംവദിച്ചും പത്മശ്രീ MA യൂസഫ് അലി ഗുരുവായൂർ ശ്രീകൃഷ്ണ കോളേജിൽ സജ്ജമാക്കിയ സോളാർ പാനൽ പ്ലാന്റിന്റെ ഉദ്ഘാടനം നിർവഹിച്ച് സംസാരിക്കുന്നതിനിടയിലാണ് മഹാഭാരതത്തിൽ നിന്നുള്ള സംസ്കൃത ശ്ലോകം യൂസഫ് അലി ചൊല്ലിയത്. സർവവും സൃഷ്ടിച്ചത് ഒരുവനാണെന്നും നന്മ പ്രവർത്തിക്കുകയും മാതാപിതാക്കളെയും ഗുരുക്കന്മാരെയും അനുസരിക്കുകയും ചെയ്യണമെന്നാണ് എല്ലാ മതഗ്രന്ഥങ്ങളിലും പറയുന്നതെന്നും യൂസഫ് അലി പറഞ്ഞു. ചടങ്ങിൽ അധ്യക്ഷനായ ദേവസ്വം ചെയർമാൻ ഡോക്ടർ VK വിജയൻ സംസ്കൃത പണ്ഡിതനാണെന്നും അദ്ദേഹത്തിന്റെ സാന്നിധ്യത്തിൽ സംസ്കൃത ശ്ലോകം ചൊല്ലണമെന്ന ആഗ്രഹത്താലാണ് മഹാഭാരതത്തിൽ നിന്നുള്ള ശ്ലോകം ചൊല്ലുന്നതെന്നും പറഞ്ഞായിരുന്നു യൂസഫ് അലി ഭഗവത്ഗീതയിൽ നിന്നുള്ള ശ്ലോകം ചൊല്ലിയത്. ചൊല്ലിക്കഴിഞ്ഞതോടെ തെറ്റില്ലല്ലോ എന്ന് ദേവസ്വം ചെയർമാനോട് ചോദിക്കുകയും ചെയ്തു യൂസഫ് അലി. ഞാൻ സംസ്കൃത പണ്ഡിതനെ കണ്ടപ്പോൾ 2 വാക്ക് സംസ്കൃതം പറഞ്ഞിട്ടില്ലെങ്കിൽ അത് ശരിയല്ല എന്നുള്ളത് കൊണ്ട് എനിക്ക് രാമായണത്തിൽ നിന്ന് 2 മഹാഭാരതത്തിൽ നിന്ന് 2 വാചകം തെറ്റുണ്ടെങ്കിൽ ക്ഷമിച്ചു. ഹത്വാ മാ പ്രാപ്സാസി സ്വർഗേ ജിത്വാ മാ ഭോഷാസി മഹി തസ്മാദുദ്ദിഷ്ഠ കൗന്ദേയ യുദ്ധായ കൃപനിശ്ചയ അവജാനന്തി മാം മൂഢാ മാനുഷം തനുമാശ്രിതം പരം പാവമജാനന്ദ മാമഭൂത മഹേശ്വരം. സംസ്കൃതം തെറ്റില്ല. തുടർന്ന് വിദ്യാർത്ഥികളുമായി സംവദിക്കാനും അദ്ദേഹം തയ്യാറായി. തന്റെ വ്യക്തിത്വം രൂപപ്പെടുത്തുന്നതിൽ തന്റെ മാതാവിന്റെ സ്വാധീനം വലുതായിരുന്നുവെന്ന് വിദ്യാർത്ഥികളുടെ ചോദ്യത്തിന് മറുപടിയായി അദ്ദേഹം പറഞ്ഞു. എന്ത് പ്രൊഫഷൻ തെരഞ്ഞെടുക്കുന്നതിനു മുൻപും അടിസ്ഥാന വിദ്യാഭ്യാസം നേടണമെന്നായിരുന്നു തന്റെ മാതാവിന്റെ ഉപദേശം. ആ ഉപദേശമാണ് തനിക്കും നൽകാനുള്ളതെന്നും അദ്ദേഹം വിദ്യാർത്ഥികളോട് പറഞ്ഞു. എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റീസ് വേണ്ട എന്നല്ല, പക്ഷെ പഠിപ്പിൽ കൂടി അതാണ്. ദേവസ്വം ഭരണസമിതി അംഗങ്ങളായ KP വിശ്വനാഥൻ, VG രവീന്ദ്രൻ, കോളേജ് പ്രിൻസിപ്പാൾ ഡോക്ടർ PS ബിജോയ്, IQAC കോർഡിനേറ്റർ ഡോക്ടർ VN ശ്രീജ, കോളേജ് യൂണിയൻ ചെയർമാൻ RI ഇജാസ്, അധ്യാപക പ്രതിനിധി ഡോക്ടർ രാജേഷ് മാധവൻ എന്നിവർ സംസാരിച്ചു. രാവിലെ 11:15 സ്വന്തം ഹെലികോപ്റ്ററിൽ കോളേജ് ഗ്രൗണ്ടിന് സമീപത്തുള്ള ഹെലിപാഡിൽ എത്തിയ യൂസഫ് അലിയെ കോളേജ് പ്രിൻസിപ്പാൾ ഡോക്ടർ PS ബിജോയ് ബൊക്കെ നൽകി സ്വീകരിച്ചു. തുടർന്ന് ഔദ്യോഗിക വാഹനത്തിൽ കോളേജിലേക്ക് എത്തിയ യൂസഫ് അലിയെ ദേവസ്വം ചെയർമാനും ഭരണസമിതി അംഗങ്ങളും ചേർന്ന് സ്വീകരിച്ചു. NCC കേഡറ്റുകളുടെ അകമ്പടിയോടെയാണ് മിനി ഓഡിറ്റോറിയത്തിലേക്ക് ആനയിച്ചത്. കോളേജിന്റെ 60ാം വാർഷികത്തിന്റെ ഭാഗമായാണ് സോളാർ പാനൽ പ്ലാന്റ് സ്ഥാപിച്ചത്. ഏകദേശം 10 ലക്ഷത്തോളം രൂപ ചെലവഴിച്ചാണ് കോളേജിൽ സോളാർ പാനൽ പ്ലാന്റ് സ്ഥാപിച്ചിട്ടുള്ളത്. അനർട്ട് വഴി നടപ്പിലാക്കിയ പദ്ധതിക്കായി MA യൂസഫ് അലിയാണ് തുക സംഭാവന ചെയ്തത്. CCTV ന്യൂസ്, കേച്ചേരി. ആർത്താറ്റ് സെന്റ് മേരീസ് കത്തീഡ്രലിൽ കൽക്കുരിശ് പ്രതിഷ്ഠാ പെരുന്നാൾ ആചരിച്ചു. വിശുദ്ധ കുർബാനയ്ക്ക് മലങ്കര ഓർത്തഡോക്സ് സഭയുടെ UK, യൂറോപ്പ്, ആഫ്രിക്ക ഭദ്രാസന മെത്രാപ്പൊലീത്ത അബ്രഹാം മാർ സ്തെഫാനോസ് മുഖ്യ കാർമ്മികത്വം വഹിച്ചു. വിശുദ്ധ കുർബാനയ്ക്ക് ശേഷം ചേർന്ന അനുമോദന യോഗത്തിൽ വികാരി ഫാദർ VM ശമുവേൽ, സഹവികാരി ഫാദർ ജോസഫ് ജോർജ് എന്നിവർ സംസാരിച്ചു. ഇടവകയുടെ ഉപഹാരം പള്ളി കൈസ്ഥാനി ഡിക്സൺ C ചെറിയാൻ, സെക്രട്ടറി കുഞ്ഞുമോൻ ജേക്കബ്, പള്ളി മാനേജിംഗ് കമ്മിറ്റി അംഗങ്ങൾ എന്നിവർ ചേർന്ന് മെത്രാപ്പൊലീത്തയ്ക്ക് സമർപ്പിച്ചു. കൽക്കുരിശിങ്കൽ പ്രത്യേക ധൂപ പ്രാർത്ഥനയും പ്രദക്ഷിണവും സ്നേഹവിരുന്നും ഉണ്ടായി. പെൻഷൻ പരിഷ്കരണം നടപ്പിലാക്കുക, ലഭിക്കാനുള്ള പെൻഷൻ ക്ഷാമാശ്വാസ കുടിശ്ശിക അനുവദിക്കുക എന്നീ ആവശ്യങ്ങൾ KSSPU വടക്കേക്കാട് യൂണിറ്റ് കൺവെൻഷൻ പ്രമേയം വഴി സർക്കാരിനോട് ആവശ്യപ്പെട്ടു. സംസ്ഥാന സമിതി അംഗം A രാമചന്ദ്രൻ മാസ്റ്റർ ഉദ്ഘാടനം ചെയ്തു. യൂണിറ്റ് പ്രസിഡന്റ് K ലത്തീഫ് മാസ്റ്റർ അധ്യക്ഷനായിരുന്നു. ജില്ലാ കമ്മിറ്റി മെമ്പർ KT ശ്രീനിവാസൻ, ബ്ലോക്ക് പ്രസിഡന്റ് PV ബാലചന്ദ്രൻ മാസ്റ്റർ, ബ്ലോക്ക് സെക്രട്ടറി KV രാമകൃഷ്ണൻ, സെക്രട്ടറി PK റോസ്ലി ടീച്ചർ എന്നിവർ പങ്കെടുത്തു. അംഗങ്ങളുടെ കുടുംബങ്ങളിൽ SSLC, +2 പരീക്ഷകളിൽ ഉന്നത വിജയം കരസ്ഥമാക്കിയവരെ ഉപഹാരം നൽകി ആദരിച്ചു. കേച്ചേരി സർവീസ് സഹകരണ ബാങ്ക് ഭരണസമിതിയിലേക്ക് ഇടതുപക്ഷത്തെയും കോൺഗ്രസ് വിമത വിഭാഗത്തെയും പരാജയപ്പെടുത്തി മിന്നുന്ന വിജയം നേടിയ സ്ഥാനാർത്ഥികളുമായി കോൺഗ്രസ് നേതൃത്വത്തിൽ ആഹ്ലാദ പ്രകടനം നടത്തി. കോൺഗ്രസ് ചൂണ്ടൽ മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് ആഹ്ലാദ പ്രകടനം നടത്തിയത്.
ആകെ പോൾ ചെയ്ത വോട്ടിന്റെ 75% നേടിയായിരുന്നു കോൺഗ്രസ് ഔദ്യോഗിക വിഭാഗം വിജയിച്ചത്. നിലവിലെ പ്രസിഡന്റ് ഐ വേണുഗോപാൽ നേതൃത്വം നൽകിയ കോൺഗ്രസ് പാനലിൽ ടി.എ. കുര്യാക്കോസ് മാസ്റ്റർ, എം.ആർ. ജോയ്, വി.എ. തോമസ്, സി.എസ്. ധനേഷ്, പി.കെ. മുസ്തഫ, സുദർശൻ നെന്മിനിമഠത്തിൽ, ഷഹീന, സുമി റോബിൻസൺ, പി.എൻ. സുന്ദരൻ, ചന്ദ്രൻ കരിമ്പനക്കൽ, ധനേഷ് മാത്യു, സൗമ്യ എന്നിവരാണ് മത്സരിച്ച് വിജയിച്ചത്. വിജയാഹ്ലാദ പ്രകടനത്തിന് കെ.പി.സി.സി. സെക്രട്ടറി സി.സി. ശ്രീകുമാർ, കോൺഗ്രസ് പാവർട്ടി ബ്ലോക്ക് പ്രസിഡന്റ് സി.ജെ. സ്റ്റാൻലി, വൈസ് പ്രസിഡന്റുമാരായ പി. മാധവൻ, ആൻഡോ പോൾ, സെക്രട്ടറി ബാലചന്ദ്രൻ പൂലോത്ത്, മണ്ഡലം പ്രസിഡന്റ് ആർ.എം. ബഷീർ തുടങ്ങിയവർ നേതൃത്വം നൽകി. CPM പാനലിനു പുറമെ കോൺഗ്രസ് പാവർട്ടി ബ്ലോക്ക് സെക്രട്ടറിയും ചൂണ്ടൽ ഗ്രാമപഞ്ചായത്ത് മുൻ വൈസ് പ്രസിഡന്റുമായ വി.കെ. സുനിൽകുമാറിന്റെ നേതൃത്വത്തിൽ 3 പേരുമാണ് കോൺഗ്രസിന്റെ ഔദ്യോഗിക പാനലിനെതിരെ മത്സരരംഗത്തുണ്ടായിരുന്നത്. CCTV ന്യൂസ്, കേച്ചേരി. കടങ്ങോട് മണ്ഡലം UDF കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മഹാത്മാഗാന്ധി വിദ്യാഭ്യാസ പുരസ്കാരദാനം നടന്നു. SSLC, +2 പരീക്ഷകളിൽ എല്ലാ വിഷയങ്ങളിലും A+ നേടിയവരെയും 100% വിജയം കൈവരിച്ച വിദ്യാലയങ്ങളെയുമാണ് ഉപഹാരം നൽകി ആദരിച്ചത്. അനുമോദന സമ്മേളനം മുൻ MLA TV ചന്ദ്രമോഹൻ ഉദ്ഘാടനം ചെയ്തു. കടങ്ങോട് മണ്ഡലം UDF ചെയർമാൻ സജീവ് ചാത്തനാത്ത് അധ്യക്ഷത വഹിച്ചു. വിദ്യാർത്ഥികൾക്കുള്ള പഠനോപകരണ വിതരണം ജോസഫ് ചാലിശ്ശേരി മാസ്റ്റർ നിർവഹിച്ചു. മുസ്ലിം ലീഗ് നേതാവ് AP കുഞ്ഞിക്കോയത്തങ്ങൾ, PRN നമ്പീശൻ, VK രഘുസ്വാമി, ബിജോയ് ബാബു, സുരേഷ് മമ്പറമ്പിൽ, KC മൊയ്തുട്ടി, അമ്പലപ്പാട്ട് മണികണ്ഠൻ, PC ഗോപാലകൃഷ്ണൻ, യാവുട്ടി ചിറമനങ്ങാട്, MS ബഷീർ തുടങ്ങിയവർ സംസാരിച്ചു. കേരള ജ്യോതിശാസ്ത്ര പരിഷത്തിന്റെ 44ാം വാർഷിക സമ്മേളനം തൃശൂർ സാഹിത്യ അക്കാദമി ഹാളിൽ ജില്ലാ ജഡ്ജ് TK മിനിമോൾ ഉദ്ഘാടനം ചെയ്തു. മുൻ നിയമസഭാ സ്പീക്കർ അഡ്വക്കേറ്റ് തേറമ്പിൽ രാമകൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു. ജ്യോതിഷ സെമിനാർ പ്രൊഫസർ PK ശാന്തകുമാരി ഉദ്ഘാടനം ചെയ്തു. ഡോക്ടർ PK ശ്രീനിവാസൻ ദാമ്പത്യ പൊരുത്തം എന്ന വിഷയത്തിൽ സംസാരിച്ചു. ജനറൽ സെക്രട്ടറി ഡോക്ടർ KS പീതാംബരൻ പ്രവർത്തന റിപ്പോർട്ട് അവതരിപ്പിച്ചു. TV ചന്ദ്രമോഹൻ, ഡോക്ടർ KN സത്യനാഥൻ, പൂർണിമ സുരേഷ് എന്നിവർ പങ്കെടുത്ത് സംസാരിച്ചു. കോൺഗ്രസിന്റെ മുതിർന്ന നേതാവും കടവല്ലൂർ ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റുമായിരുന്ന V. കേശവന്റെ 1ാം ചരമവാർഷികത്തിനോടനുബന്ധിച്ച് എരുമപ്പെട്ടി മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നിർധന രോഗികൾക്ക് ചികിത്സാ സഹായം നൽകി. മുൻ MP രമ്യ ഹരിദാസ് ഉദ്ഘാടനം ചെയ്തു. മണ്ഡലം പ്രസിഡന്റ് മുരളീധരൻ അമ്പലപ്പാട്ട് അധ്യക്ഷനായി. KPCC അംഗം ജോസഫ് ചാലിശ്ശേരി അനുസ്മരണം നടത്തി. UDF നിയോജക മണ്ഡലം കൺവീനർ അമ്പലപ്പാട്ട് മണികണ്ഠൻ, ബ്ലോക്ക് പ്രസിഡന്റ് സുരേഷ് മമ്പറമ്പിൽ, മഹിളാ കോൺഗ്രസ് ജില്ലാ ജനറൽ സെക്രട്ടറിമാരായ KR രാധിക, വിനോദിനി പാലക്കൽ, ബ്ലോക്ക് പ്രസിഡന്റ് സഫീന അസീസ്, യൂത്ത് കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് അജു നെല്ലുവായ്, INTUC പ്രസിഡന്റ് TK ദേവസി, K. ഗോവിന്ദൻകുട്ടി, NK കബീർ, ചന്ദ്രപ്രകാശ് ഇടമന, AV ദേവസി തുടങ്ങിയവർ സംസാരിച്ചു. ചാലിശ്ശേരി പട്ടിശ്ശേരി ശ്രീ ശാസ്താ കോവിലിൽ മഹാഗണപതി ഹോമവും ഭഗവത് സേവയും നടന്നു. രാവിലെ 5 മണിക്ക് നട തുറന്നതിനു ശേഷം മഹാഗണപതി ഹോമം നടന്നു. ക്ഷേത്രം തന്ത്രി ബ്രഹ്മശ്രീ കോതരമന ഹരിനമ്പൂതിരി മുഖ്യ കാർമ്മികത്വം വഹിച്ചു. നിത്യപൂജകൾക്ക് മേൽശാന്തി മങ്ങാട്ടുവീട്ടിൽ മണികണ്ഠൻ നേതൃത്വം നൽകി. പ്രഭാത ഭക്ഷണവും ഉണ്ടായിരുന്നു. വൈകിട്ട് ദീപാരാധന, ചുറ്റുവിളക്ക്, ഭഗവത് സേവ എന്നിവയും മങ്ങാട്ടുവീട്ടിൽ ഗോവിന്ദനായർ സ്മാരക വിളക്ക് സംഘത്തിന്റെ കാണിപ്പാട്ടും നടന്നു. ശ്രീ ശാസ്ത മൈനർ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ ഞായറാഴ്ച നാലമ്പല തീർത്ഥാടന യാത്രയും സംഘടിപ്പിച്ചിരുന്നു. മണ്ഡലകാലത്ത് കേരളത്തിനകത്തും പുറത്തും ഏകദേശം 50ഓളം അയ്യപ്പൻ വിളക്കുകൾ നടത്തിവരുന്ന മങ്ങാട്ടുവീട്ടിൽ ഗോവിന്ദ നായർ സ്മാരക വിളക്ക് സംഘത്തിന്റെ പ്രഭവസ്ഥലവും ആസ്ഥാന കേന്ദ്രവുമാണ് പട്ടിശ്ശേരി ശ്രീ ശാസ്താ കോവിൽ. തുറക്കുളം മത്സ്യ മാർക്കറ്റിന്റെ ശോചനീയാവസ്ഥയ്ക്കെതിരെ INTUC മത്സ്യ മാർക്കറ്റ് യൂണിയന്റെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ച 2ാം ഘട്ട സമരത്തിന്റെ ഭാഗമായി കുന്നംകുളം നഗരസഭാ ഓഫീസിന് മുന്നിൽ സംഘടിപ്പിച്ച പ്രതിഷേധ ധർണ KC ബാബു ഉദ്ഘാടനം ചെയ്തു. മത്സ്യ മാർക്കറ്റ് INTUC യൂണിയൻ പ്രസിഡന്റ് K. ജയശങ്കർ അധ്യക്ഷത വഹിച്ചു. കുന്നംകുളം മണ്ഡലം കോൺഗ്രസ് പ്രസിഡന്റ് P.I. തോമസ്, നഗരസഭാ കോൺഗ്രസ് പാർലമെന്ററി പാർട്ടി ലീഡർ ബിജു C. ബേബി, നഗരസഭാ കൗൺസിലർമാരായ ഷാജി ആലിക്കൽ, ലീല ഉണ്ണികൃഷ്ണൻ, മിനി മോൺസി, യൂത്ത് കോൺഗ്രസ് നിയോജക മണ്ഡലം പ്രസിഡന്റ് മഹേഷ് തിപ്പലശ്ശേരി, മഹിളാ കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് രേഷ്മ സതീഷ്, യൂണിയൻ ഭാരവാഹികളായ PM നൌഷാദ്, PP ഷക്കീർ, KK സുലൈമാൻ എന്നിവർ സംസാരിച്ചു. PM നിസാർ, PK യാവു, MM സലീം, സജീവ് K. ജോസ്, KB രാജേഷ്, MM മുസ്തഫ, KK ബിബീഷ് എന്നിവർ ധർണയ്ക്ക് നേതൃത്വം നൽകി. ആ മാർക്കറ്റിനകത്ത് പണിയെടുക്കുന്ന തൊഴിലാളികൾ വൃത്തിഹീനമായ അന്തരീക്ഷത്തിലാണ് പണിയെടുക്കുന്നത് എന്ന് നഗരസഭയുടെ ഭരണാധികാരികൾക്കറിയില്ലേ? മാർക്കറ്റിനകത്ത് ഇതുപോലെ ചെളിയും കുണ്ടും കുഴിയും വെള്ളവും നിറഞ്ഞ മലിനമായ ജലം കെട്ടിനിൽക്കുന്ന പ്രദേശത്ത് പണിയെടുക്കുമ്പോൾ ഇന്നത്തെ അവസ്ഥയിൽ കേട്ടുകേൾവി പോലുമില്ലാത്ത രോഗങ്ങൾ മനുഷ്യനെ പിടികൂടുമ്പോൾ അതിൽ നിന്ന് മുക്തി നേടുവാൻ ഈ നഗരസഭയ്ക്ക് ഉത്തരവാദിത്തമില്ലേ?
കണ്ടാണശ്ശേരി എക്സൽസിയർ LP സ്കൂളിൽ ചാന്ദ്ര ദിനാഘോഷം സംഘടിപ്പിച്ചു. വിവിധ റോക്കറ്റുകളുടെ മാതൃക തയ്യാറാക്കി പ്രദർശിപ്പിക്കുകയും കുട്ടികൾ ബഹിരാകാശ യാത്രികരുടെ വേഷവിധാനങ്ങൾ അണിഞ്ഞെത്തിയും ചാന്ദ്ര ദിനാഘോഷത്തെ അവിസ്മരണീയമാക്കി. 4 വിദ്യാർത്ഥികൾ റോക്കറ്റിൽ സഞ്ചരിക്കുന്നവർ ധരിക്കുന്നത് പോലെയുള്ള വസ്ത്രങ്ങൾ അണിഞ്ഞെത്തിയത് സഹപാഠികളിൽ കൗതുകമുണർത്തി. കുട്ടികളുടെ കൂടി സഹകരണത്തോടെ തയ്യാറാക്കിയ റോക്കറ്റ് നിർമ്മാണത്തിൽ ആവേശത്തോടെയാണ് ഇവർ പങ്കെടുത്തത്. ചാന്ദ്രദിനത്തിന്റെ ഭാഗമായി കുട്ടികളുടെ കവിതകളും കഥകളും അരങ്ങേറി. പ്രധാന അധ്യാപിക ലില്ലി ടീച്ചറും മറ്റ് അധ്യാപകരും പരിപാടികൾക്ക് നേതൃത്വം നൽകി. കിലോയ്ക്ക് 29 രൂപ വിലയുള്ള ഭാരത് റൈസ് പോർക്കുളം പഞ്ചായത്തിൽ വിതരണത്തിനെത്തി. പോർക്കുളം സെന്റർ, മങ്ങാട് സെന്റർ എന്നിവിടങ്ങളിലായി 500 ബാഗ് അരിയാണ് വിതരണം ചെയ്തത്. BJP പഞ്ചായത്ത് പ്രസിഡന്റ് വിഗീഷ് അപ്പൂസ് ഉദ്ഘാടനം ചെയ്തു. പ്രേമദാസ്, ജ്യോതി വേണുഗോപാൽ, വിനോദ് കുമാർ MP, സുധീർ പോർക്കുളം, നിമിഷ വിഗീഷ് തുടങ്ങിയവർ നേതൃത്വം നൽകി. ചൂണ്ടൽ പയ്യൂർക്കാവ് ഗ്രാമത്തിൽ പാലക്കൽ പയ്യൂർക്കാവ് ക്ഷേത്രം റോഡിൽ ഉപേക്ഷിച്ച നിലയിലുള്ള റോഡ് റോളർ വഴിയാത്രക്കാർക്ക് ഭീഷണിയാകുന്നു. ജനുവരിയിൽ പയ്യൂർക്കാവ് ക്ഷേത്രം പാടം റോഡ് ടാറിങ്ങിന് കൊണ്ടുവന്നതാണ് റോഡ് റോളർ. റോഡ് നിർമ്മാണം കഴിഞ്ഞുവെങ്കിലും മാസങ്ങളോളമായി റോളർ ഉപേക്ഷിച്ച നിലയിൽ റോഡരികിൽ കാടുകയറി കിടക്കുകയാണ്. ഒരു വശത്ത് റോഡ് തകർന്നതും മറുവശത്ത് റോഡ് റോളർ കാടുകയറി കിടക്കുന്നതും മൂലം ഇതുവഴിയുള്ള യാത്ര ബുദ്ധിമുട്ട് സൃഷ്ടിക്കുന്നതായി നാട്ടുകാർ ആരോപിച്ചു. ചൂണ്ടൽ പഞ്ചായത്ത് ഭരണാധികാരികൾ ഇടപെട്ട് റോഡ് റോളർ കൊണ്ടുപോയി യാത്രാ ദുരിതം അവസാനിപ്പിക്കണമെന്നും നാട്ടുകാർ ആവശ്യപ്പെട്ടു. അനാഥാമയിൽ കിടക്കുന്ന റോളർ വഴിയാത്രകൾക്ക് ഭയങ്കര ശല്യമാണ്, മറ്റ് വാഹനങ്ങൾക്കും ഭയങ്കര ശല്യമാണ്. റോഡ് വീതി കുറവാണ്. ഈ റോഡ് വണ്ടിയാണ് സ്കൂൾ വാഹനങ്ങൾ പോകാൻ ഭയങ്കര തടസ്സമാണ്, സ്കൂൾ വണ്ടികൾ. പിന്നെ അതേമാതിരി കാന ഇടിഞ്ഞു പോയിട്ട് റോളർ ഇരുന്നിട്ട് താന്ന് പോയിട്ട് റോഡ് അവിടെ കംപ്ലൈൻറ്റ് വരുന്നു. ഇതൊക്കെ മറ്റുള്ള വണ്ടികൾ പോയിട്ട് ഇവിടെ റോഡുകൾ കംപ്ലൈൻ്റ് ആയി ആകെ നാശമായി. സ്കൂൾ വണ്ടികൾക്ക് പോകാൻ പറ്റുന്നില്ല. ആകെ ഇവിടെ ബുദ്ധിമുട്ടാണ്. മഴ പെയ്താൽ തന്നെ എല്ലാ വെള്ളം കാനേന്ന് റോഡിലേക്കാണ്. ഇത് മാറ്റണമെന്നാണോ ഇത് എത്രയും പെട്ടെന്ന് മാറ്റിയിട്ട് ഇവിടെ സഞ്ചാരയോഗ്യമാക്കുക. കേരള കർഷക സംഘം പുന്നൂർ സൗത്ത് മേഖലാ കൺവെൻഷൻ M. ബാലാജി ഉദ്ഘാടനം ചെയ്തു. KK അബ്ദുൾ മജീദ് അധ്യക്ഷനായി. ചെയർമാൻ വാര്യങ്ങാട്ട് അഷ്റഫ് അധ്യക്ഷത വഹിച്ചു. പുന്നൂർ പഞ്ചായത്ത് പ്രസിഡന്റ് TV സുരേന്ദ്രൻ, മജീദ് കടവന്തോട്, രജനി ടീച്ചർ, MK അർഫാത്ത്, ബാബു പാലപ്പെട്ടി, സൗമ്യ രാജു, KV ആരിഫ് തുടങ്ങിയവർ സംസാരിച്ചു. മേഖലാ സെക്രട്ടറി KV അബ്ദുൽ കരീം സ്വാഗതവും വിക്രമൻ താമരശ്ശേരി നന്ദിയും പറഞ്ഞു. SSLC, +2 പരീക്ഷകളിൽ മികച്ച വിജയം കൈവരിച്ച വിദ്യാർത്ഥികളെയും മികച്ച കർഷകരെയും ഏരിയ പ്രസിഡന്റ് MR രാധാകൃഷ്ണൻ ഉപഹാരം നൽകി ആദരിച്ചു. പച്ചക്കറി തൈകളുടെ വിതരണം ജില്ലാ കമ്മിറ്റി അംഗം സുമ ടീച്ചർ നിർവഹിച്ചു. കേരള ലേബർ മൂവ്മെന്റ് മറ്റം ഫൊറോനയുടെ നേതൃത്വത്തിൽ SSLC, +2 പരീക്ഷാ വിജയികളായ വിദ്യാർത്ഥികളെയും മികച്ച യൂണിറ്റുകളെയും ഉന്നത വിജയം കൈവരിച്ചവരെയും ആദരിച്ചു. മറ്റം സെന്റ് തോമസ് പാരിഷ് ഹാളിൽ നടന്ന ചടങ്ങ് ഫൊറോന വികാരി ഫാദർ ഷാജു ഊക്കൻ ഉദ്ഘാടനം ചെയ്തു. KLM ഫൊറോന പ്രസിഡന്റ് PI ഷാജു അധ്യക്ഷനായി. ഫാദർ നിബിൻ തളിയത്ത് അനുഗ്രഹ പ്രഭാഷണം നടത്തി. ഫൊറോനയിൽ ഉൾപ്പെടുന്ന ചിറ്റാട്ടുകര, എളവള്ളി, മറ്റം, വാഗ, പൂനമുച്ചി തുടങ്ങിയ ഇടവകകളിൽ KLM അംഗങ്ങളുടെ മക്കളിൽ നിന്നും ഉന്നത വിജയം നേടിയവരെ ഫാദർ ഷാജൂക്കൻ മൊമന്റോ നൽകി ആദരിച്ചു. KLM അതിരൂപത പ്രസിഡന്റ് ബിജു ചെറിയത്ത് മികച്ച യൂണിറ്റുകൾക്കുള്ള മൊമന്റോ വിതരണം ചെയ്തു. മറ്റം ഫൊറോന സഹവികാരി ഫാദർ ജോയൽ ചിറമൽ, ഫൊറോന സെക്രട്ടറി സ്ലാനിസ് റാവോസ്, യൂണിറ്റ് പ്രസിഡന്റ് MT ജോഷി, സേവ്യർ പാവറട്ടി എന്നിവർ സംസാരിച്ചു. അതിരൂപത സെക്രട്ടറി മോളി ജോബി മറ്റം വനിതാ യൂണിറ്റ് രൂപീകരണം നടത്തി. വൃക്കരോഗം ബാധിച്ച യുവാവിന്റെ ചികിത്സയ്ക്കായി എരുമപ്പെട്ടിയിലെ നാടിനും നാട്ടുകാർക്കും വേണ്ടിയെന്ന വാട്സപ്പ് കൂട്ടായ്മ തെരുവ് ഗാനമേള നടത്തി. കടങ്ങോട് പഞ്ചായത്തിലെ 8ാം വാർഡിൽ ഉൾപ്പെട്ട മണ്ണാങ്കുന്ന് കാഞ്ഞങ്ങാട്ട് വീട്ടിൽ 37 വയസ്സുള്ള സുരേഷാണ് ഇരു വൃക്കകളും തകരാറിലായി ചികിത്സയിൽ കഴിയുന്നത്. ആഴ്ചയിൽ 3 ദിവസം ഡയാലിസിസ് നടത്തിയാണ് സുരേഷിന്റെ ജീവൻ നിലനിർത്തുന്നത്. ചികിത്സയ്ക്ക് മാസം ഭീമമായ തുക ചെലവ് വരുന്നുണ്ട്. നിർധന കുടുംബമായതിനാൽ ഉദാരമതികളുടെ സഹായം കൊണ്ടാണ് ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്നത്. ചികിത്സയ്ക്ക് പണം സ്വരൂപിക്കുന്നതിനു വേണ്ടിയാണ് നാടിനും നാട്ടുകാർക്കും വേണ്ടി എന്ന വാട്സപ്പ് കൂട്ടായ്മ തെരുവുകളിൽ കരോക്കെ ഗാനമേള നടത്തിയത്. സിനിമ ആർട്ട് ഡയറക്ടർ സജി പാഞ്ചു, കലാഭവൻ നിശാന്ത്, മോഹനൻ എരുമപ്പെട്ടി, സുധി പാത്രമംഗലം, വിനുലാൽ, സലാം തുടങ്ങിയവരായിരുന്നു ഗായകർ. വാട്സാപ്പ് കൂട്ടായ്മ അഡ്മിന്മാരായ ജോയ്സൺ പുലിക്കോട്ടിൽ, കണ്ണൻ എരുമപ്പെട്ടി, ശിവൻ, അമീർ, മുഹമ്മദ് തുടങ്ങിയവർ നേതൃത്വം നൽകി. സുരേഷിനെ സഹായിക്കാൻ സന്മനസ്സുള്ളവർ 99 61 12 24 20 എന്ന ഗൂഗിൾ പേ നമ്പറിൽ പണം അയക്കാവുന്നതാണ്. CCTV ന്യൂസ്, എരുമപ്പെട്ടി.
യൂത്ത് കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റ് രാഹുൽ മാങ്കൂട്ടത്തിൽ നയിക്കുന്ന യങ് ഇന്ത്യ മീറ്റിന്റെ ഗുരുവായൂർ നിയോജക മണ്ഡലതല സംഘാടക സമിതി ഓഫീസ് ഒരുമനയൂർ മാങ്ങോട്ടുപടിയിൽ ആരംഭിച്ചു. ബൂത്ത് തല പ്രതിനിധികളുമായി സംസ്ഥാന നേതൃത്വം സംവദിക്കുന്ന യങ് ഇന്ത്യ ക്യാമ്പയിൻ ജൂലൈ 26-ന് ഒരുമനയൂരിൽ നടക്കും. സംഘാടക സമിതി ഓഫീസ് ഉദ്ഘാടനം ഒരുമനയൂർ മണ്ഡലം കോൺഗ്രസ് പ്രസിഡന്റ് ഹംസ കാട്ടത്തറ നിർവഹിച്ചു. യൂത്ത് കോൺഗ്രസ് നിയോജക മണ്ഡലം പ്രസിഡന്റ് തെബ്ഷീർ മഴുവഞ്ചേരി അധ്യക്ഷത വഹിച്ചു. മണ്ഡലം കോൺഗ്രസ് മുൻ പ്രസിഡന്റ് KJ ചാക്കോ മുഖ്യാതിഥിയായി. യൂത്ത് കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റുമാരായ ഫദിൻ രാജ്, ഹുസൈൻ, ജാസിം, ഷിഹാബ്, പ്രലോഭ്, കോൺഗ്രസ് യൂത്ത് കോൺഗ്രസ് നേതാക്കളായ മനു ആന്റോ, അജ്മൽ മജീദ്, അശ്വിൻ ചാക്കോ തുടങ്ങിയവർ സംസാരിച്ചു. ചൊവ്വന്നൂർ സെന്റ് മേരീസ് സ്കൂളിൽ കുട്ടികൾക്കായി ശുചിത്വ ബോധവൽക്കരണ ക്ലാസ് നടത്തി. കുന്നംകുളം നഗരസഭയുടെ നേതൃത്വത്തിൽ സ്വച്ഛ് ഭാരത് മിഷന്റെ ഭാഗമായി ഗ്രീൻ പ്രോട്ടോകോൾ പാലിക്കേണ്ടതിന്റെ ആവശ്യകതയെക്കുറിച്ച് സ്വച്ഛ് ഭാരത് മിഷൻ പ്രതിനിധി മഞ്ജു ക്ലാസ് എടുത്തു. ഹെൽത്ത് ഇൻസ്പെക്ടർ ഷീബ പ്രതിജ്ഞ ചൊല്ലി. ഹെഡ് മിസ്റ്റർ സിസ്റ്റർ കൃപയുടെ നേതൃത്വത്തിൽ നടന്ന ബോധവൽക്കരണ ക്യാമ്പയിനിൽ നിരവധി വിദ്യാർത്ഥികൾ പങ്കെടുത്തു. ചാലിശ്ശേരി കുന്നത്തേരി നൂറുൽ ഹിദായ മദ്രസയിൽ ലഹരി വിരുദ്ധ ബോധവൽക്കരണ ക്ലാസ് സംഘടിപ്പിച്ചു. മദ്രസ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ കുട്ടികൾക്കും രക്ഷിതാക്കൾക്കുമായി സംഘടിപ്പിച്ച ക്ലാസ് ചാലിശ്ശേരി പോലീസ് സ്റ്റേഷൻ സബ് ഇൻസ്പെക്ടർ KA ഡേവി ഉദ്ഘാടനം ചെയ്തു. സീനിയർ സിവിൽ പോലീസ് ഓഫീസർ മുഹമ്മദ് ഷെഫീഖ് ലഹരി വിരുദ്ധ ബോധവൽക്കരണ ക്ലാസ് നയിച്ചു. അസിസ്റ്റന്റ് സബ് ഇൻസ്പെക്ടർ MV ശ്രീനിവാസൻ, മദ്രസ കമ്മിറ്റി പ്രസിഡന്റ് യൂസഫ് സഹീർ എന്നിവർ സംബന്ധിച്ചു. മദ്രസ പ്രധാന അധ്യാപകൻ യാഹുട്ടി മുസ്ലിയാർ സ്വാഗതവും സെക്രട്ടറി മുഹമ്മദ് റാഫി നന്ദിയും പറഞ്ഞു. മുതുവട്ടൂർ മഹല്ല് വിദ്യാഭ്യാസ സമിതിയുടെ ആഭിമുഖ്യത്തിൽ വിദ്യാഭ്യാസ സഹായധനം വിതരണം ചെയ്തു. മസ്ജിദ് അങ്കണത്തിൽ നടന്ന ചടങ്ങിൽ മഹല്ല് ട്രഷറർ TS നിസാമുദ്ദീൻ അധ്യക്ഷനായി. മഹല്ല് ഖാസി VI സുലൈമാൻ അസേരി ആമുഖ പ്രഭാഷണം നടത്തി. തൃശൂർ സക്കാത്ത് ഫൗണ്ടേഷൻ ചെയർപേഴ്സണും അൻസാർ ഇംഗ്ലീഷ് മീഡിയം വനിതാ കോളേജ് അസിസ്റ്റന്റ് പ്രൊഫസറുമായ KA അനിഷ മുഖ്യപ്രഭാഷണം നടത്തി. മഹല്ല് സെക്രട്ടറി PV ഉസ്മാൻ, ജോയിന്റ് സെക്രട്ടറി PA അബ്ദുൾ ഹബീബ്, കമ്മിറ്റി അംഗങ്ങളായ MP ബഷീർ, PV അബ്ദുൾ റസാഖ്, K ഷംസുദ്ദീൻ, മദ്രസ പ്രിൻസിപ്പാൾ സുലൈഖ, മദ്രസ അധ്യാപകരായ അമാനി, റംല, ഫഹീമ എന്നിവർ ധനസഹായ വിതരണത്തിന് നേതൃത്വം നൽകി. മഹല്ല് വിദ്യാഭ്യാസ സമിതി കൺവീനർ PV ഫൈസൽ സ്വാഗതവും മഹല്ല് കമ്മിറ്റി അംഗം RV അബ്ദുൾ റഷീദ് നന്ദിയും പറഞ്ഞു. കിടങ്ങൂർ ശ്രീ ശാസ്താംകോട്ടുകാവ് ക്ഷേത്രത്തിൽ കർക്കിടക ഔഷധക്കഞ്ഞി വിതരണം നടന്നു. തുടർച്ചയായി 10ാം വർഷമാണ് ക്ഷേത്രത്തിൽ ഔഷധക്കഞ്ഞി വിതരണം ചെയ്യുന്നത്. ക്ഷേത്രം കമ്മിറ്റി പ്രസിഡന്റ് വെങ്കളത്ത് സോമൻ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ മലങ്കര ഹോസ്പിറ്റലിലെ ഡോക്ടർ ദേവികദാസ് കഞ്ഞി വിതരണം ഉദ്ഘാടനം ചെയ്തു. ചൊവ്വന്നൂർ ബ്ലോക്ക് പഞ്ചായത്ത് അംഗം KK മണി മുഖ്യാതിഥിയായിരുന്നു. ക്ഷേത്ര കമ്മിറ്റി സെക്രട്ടറി ആണ്ടിയത്ത് അനീഷ്, അംഗങ്ങളായ രമേശ് ബാബു, CB കോലാടി, പ്രബല ചന്ദ്രൻ തുടങ്ങിയവർ പങ്കെടുത്തു. ചെറുവത്താണി നരസിംഹമൂർത്തി ക്ഷേത്രത്തിൽ രാമായണ മാസാചരണത്തിന്റെ ഭാഗമായി ഭക്തി പ്രഭാഷണവും സത്സംഗവും നടന്നു. യൂട്യൂബിലൂടെ ആധ്യാത്മിക രംഗത്ത് സജീവമായി പ്രവർത്തിക്കുന്ന കാർത്തിക സുനിൽകുമാർ ആയിരുന്നു പ്രഭാഷക. പ്രഭാഷണത്തിനു ശേഷം ഔഷധക്കഞ്ഞി വിതരണവും ഉണ്ടായി. ക്ഷേത്രം സേവാ സമിതി പ്രസിഡന്റ് KN ഷാജി, സെക്രട്ടറി VR പ്രവീൺ, സുഗുണ പണിക്കർ തുടങ്ങിയവർ നേതൃത്വം നൽകി. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി BSc ഇലക്ട്രോണിക്സിൽ 5ാം റാങ്ക് നേടിയ പുതുക്കാട് പ്രജ്യോതി നികേതൻ കോളേജിലെ വിദ്യാർത്ഥി മണത്തല അബു ഫാരിഹിന് ചാവക്കാട് നഗരസഭയുടെ ആദരം. പണിക്കവീട്ടിൽ ഫിറോസ്, വാഹിദ ദമ്പതികളുടെ മകനാണ് അബു ഫാരിഖ്. നഗരസഭാ ചെയർപേഴ്സൺ ഷീജ പ്രശാന്ത് പൊന്നാട അണിയിച്ചു. ചാവക്കാട് നഗരസഭ മുൻ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ KH സലാം, AA മഹേന്ദ്രൻ, മുൻ വാർഡ് കൗൺസിലർ കലാം കാനാമ്പുള്ളി, DYFI മണത്തല മേഖലാ ജോയിന്റ് സെക്രട്ടറി AH ഷലീൽ തുടങ്ങിയവർ സംബന്ധിച്ചു. വിസ്ഡം ഇസ്ലാമിക് ഓർഗനൈസേഷന്റെ നേതൃത്വത്തിൽ പീസ് റേഡിയോയുമായി സഹകരിച്ച് ജില്ലാ ആംപ്ലിഫൈ കമ്മ്യൂണിക്കേഷൻ വർക്ക്ഷോപ്പ് നടത്തി. പുന്നൂർകുളം ആൽത്തറ സൽഫി മസ്ജിദിൽ വെച്ച് നടത്തിയ പരിപാടി വിസ്ഡം യൂത്ത് സംസ്ഥാന വൈസ് പ്രസിഡന്റ് മുസ്തഫ മദനി ഉദ്ഘാടനം ചെയ്തു. ഉമ്മർ സാഹിബ് അധ്യക്ഷനായി. അബ്ദുൾ വാഹിദ് പ്രാർത്ഥനാ ക്ലാസ് എടുത്തു. പീസ് റേഡിയോ IT കൺവീനർ അബ്ദുൾ റഹ്മാൻ പദ്ധതി വിശദീകരണം നടത്തി. വിസ്ഡം സംസ്ഥാന എക്സിക്യൂട്ടീവ് മെമ്പർ PU സുഹൈൽ, പീസ് റേഡിയോ പ്രൊഡക്ഷൻ എക്സിക്യൂട്ടീവ് മെമ്പർ മുഹമ്മദ് ഈസാൻ രണ്ടത്താണി, അൻവർ അബൂബക്കർ തുടങ്ങിയവർ സംസാരിച്ചു. ജില്ലയിലെ വിവിധ മണ്ഡലങ്ങളിൽ നിന്നും തെരഞ്ഞെടുത്തവർക്കായാണ് ജില്ലാ ആംപ്ലിഫൈ കമ്മ്യൂണിക്കേഷൻ വർക്ക്ഷോപ്പ് നടത്തിയത്. പാലക്കാട് റവന്യൂ ജില്ലാ അലിഫ് അറബിക് ടാലന്റ് ടെസ്റ്റിൽ UP തലത്തിൽ മിൻഹ ജിഹാൻ 1ാം സ്ഥാനം കരസ്ഥമാക്കി. കടമ്പഴിപ്പുറം GUP സ്കൂളിലെ 7ാം ക്ലാസ് വിദ്യാർത്ഥിനിയാണ് മിൻഹ. ജൂലൈ 28-ന് ആലപ്പുഴയിൽ നടക്കുന്ന സംസ്ഥാനതല മത്സരത്തിൽ പാലക്കാട് ജില്ലയെ പ്രതിനിധീകരിച്ച് മിൻഹ ജിഹാൻ മത്സരിക്കും. കടമ്പഴിപ്പുറം പാലക്കൽ അക്ബർ അലി നൂസി ദമ്പതികളുടെ മകളാണ് മിൻഹ ജിഹാൻ. പാലക്കാട് ജില്ലയിലെ 12 സബ് ജില്ലയിൽ നിന്നുമാണ് മിൻഹ ജിഹാൻ തെരഞ്ഞെടുക്കപ്പെട്ടിട്ടുള്ളത്.
SDPI അകലാട് മേഖല ഓഫീസ് ഉദ്ഘാടനം ജില്ലാ പ്രസിഡന്റ് അഷ്റഫ് വടക്കൂട്ട് നിർവഹിച്ചു. ബ്രാഞ്ച് പ്രസിഡന്റ് ഹംസകുട്ടി അധ്യക്ഷത വഹിച്ചു. മുഹ്യുദ്ദീൻ പള്ളി ബ്രാഞ്ച് സെക്രട്ടറി മുക്താർ, മണ്ഡലം പ്രസിഡന്റ് യഹിയ മന്ദലാകുന്ന്, ജില്ലാ ട്രഷറർ TM അക്ബർ, പഞ്ചായത്ത് പ്രസിഡന്റ് ഷാഫി, സെക്രട്ടറി അഷ്കർ തുടങ്ങിയവർ പങ്കെടുത്തു. ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് മലായ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, മലായ ജംഗ്ഷൻ, കുന്നംകുളം. സ്വർണം ഗ്രാമിന് 6740 രൂപ, പവന് 53,920 രൂപ. ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിച്ചത് മലായ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, മലായ ജംഗ്ഷൻ, കുന്നംകുളം. വെള്ളി ഗ്രാമിന് 96 രൂപ. ചരമം ചെമ്മണ്ണൂർ കല്ലിങ്ങൽ വീട്ടിൽ സുബ്രഹ്മണ്യൻ ഭാര്യ സരസ്വതി നിര്യാതയായി. 66 വയസ്സായിരുന്നു. സംസ്കാരം തിങ്കളാഴ്ച രാവിലെ വീട്ടുവളപ്പിൽ നടന്നു. സുഘോഷ്, സുഷ എന്നിവർ മക്കളാണ്. പെരുമ്പിലാവ് ഒറ്റപ്പിലാവ് മണാളത്ത് വളപ്പിൽ അബ്ദുള്ളക്കുട്ടിയുടെ ഭാര്യ ഫാത്തിമ നിര്യാതയായി. 84 വയസ്സായിരുന്നു. ഖബറടക്കം ഒറ്റപ്പിലാവ് മഹൽ ഖബർസ്ഥാനിൽ നടത്തി. സയ്യിദ, സലീം, റസ, മുഹമ്മദ് ഹാഫിസ്, സീമ, ഷെല്ലമോൾ എന്നിവർ മക്കളാണ്. ചൂണ്ടൽ പുതുശ്ശേരി മേനോത്ത് വീട്ടിൽ ഉണ്ണികൃഷ്ണൻ നായർ നിര്യാതനായി. 83 വയസ്സായിരുന്നു. സംസ്കാരം നടന്നു. ശാന്ത ഭാര്യയും സുന്ദരൻ, സജീഷ്, സന്തോഷ് എന്നിവർ മക്കളുമാണ്. കോയമ്പത്തൂരിൽ താമസിച്ചു വരുന്ന കുന്നംകുളം കിഴക്കേ അങ്ങാടി കിടങ്ങൻ എഡ്വി ഭാര്യ ശാന്ത നിര്യാതയായി. 75 വയസ്സായിരുന്നു. സംസ്കാരം ആർത്താറ്റ് സെന്റ് മേരീസ് ഓർത്തഡോക്സ് പള്ളി സെമിത്തേരിയിൽ നടന്നു. റോബർട്ട്, ആൽബർട്ട് എന്നിവർ മക്കളാണ്. വെള്ളർക്കാട് കൊല്ലൻപടി കിഴക്കേപുരയ്ക്കൽ പരേതനായ ശ്രീധരൻ ആശാരിയുടെ ഭാര്യ കാർത്തിയേനി നിര്യാതയായി. 76 വയസ്സായിരുന്നു. സംസ്കാരം ചെറുതുരുത്തിയിൽ നടന്നു. അക്കിക്കാവ് കോലാടിക്കുന്ന് പാറമേൽ മുഹമ്മദ് അലിയുടെ ഭാര്യ ജമീല നിര്യാതയായി. 54 വയസ്സായിരുന്നു. ഖബറടക്കം ചൊവ്വാഴ്ച രാവിലെ 9-ന് പരുവക്കുന്ന് പള്ളി ഖബർസ്ഥാനിൽ നടക്കും. ജംഷീദ്, ജസീന എന്നിവർ മക്കളാണ്. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. ജില്ലയിൽ വീണ്ടും മിന്നൽ ചുഴലി, വ്യാപക നാശനഷ്ടം. വൈദ്യുതി, കേബിൾ TV വിതരണം താറുമാറായി. വീടുകളുടെയും സ്ഥാപനങ്ങളുടെയും മുകളിലേക്കും റോഡുകളിലേക്കും മരം വീണു. പലയിടത്തും ഗതാഗതം ഭാഗികമായി തടസ്സപ്പെട്ടു. മരം മുറിച്ചുമാറ്റുന്ന നടപടികൾ ആരംഭിച്ചു. CCTVയുടെ കേബിൾ TV ശൃംഖലയ്ക്കും നാശനഷ്ടങ്ങൾ. കുണ്ടും കുഴിയും നിറഞ്ഞ ചെളിക്കുളമായ തൃശൂർ കുന്നംകുളം റോഡിലെ കുഴികളിൽ മണ്ണടിച്ച് പൊതുമരാമത്ത് വകുപ്പിന്റെ പ്രഹസനം. മുഖ്യമന്ത്രിക്കും മന്ത്രിമാർക്കും വഴിമാറിയും വന്ന വഴി മറന്നും പോകാമെങ്കിലും സാധാരണക്കാരൻ നടുവൊടിഞ്ഞുള്ള യാത്ര തുടരുക തന്നെ വേണ്ടിവരും. ചങ്ങരംകുളം കല്ലൂർമയിൽ നീലയിൽ കോൾപ്പടവിൽ തോണിമറിഞ്ഞ് 2 യുവാക്കൾ മുങ്ങിമരിച്ചു. ചങ്ങരംകുളം കല്ലൂർമ സ്വദേശി കിഴക്കേതിൽ ഷെഫീഖിന്റെ മകൻ 23 വയസ്സുള്ള ആഷിഖ്, ചങ്ങരംകുളം ചിയാനൂർ സ്വദേശി മേച്ചിനാത്ത് കരുണാകരന്റെ മകൻ 23 വയസ്സുള്ള സച്ചിൻ എന്നിവരാണ് മരിച്ചത്. കുണ്ടുകടവ് ഗുരുവായൂർ സംസ്ഥാന പാതയിൽ എരമംഗലത്ത് റോഡിലെ ഗർത്തത്തിൽ വീണ ബൈക്കിൽ ഭർത്താവിനൊപ്പം പോകുകയായിരുന്ന പെരുമ്പടപ്പ് സ്വദേശിനിയായ ഗർഭിണിക്ക് പരിക്ക്. നാട്ടുകാർ ചേർന്ന് ഗതാഗതം ഉപരോധിച്ചു. ഇയാൾ ചെമ്മന്തിട്ടയിൽ നിയന്ത്രണം വിട്ട കാർ മരത്തിലിടിച്ച് 3 പേർക്ക് പരിക്ക്. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു. നമസ്കാരം.